അടിച്ചിട്ടുണ്ട്, 18 ഗോൾ അന്ന് അടിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ I don't think that now at this moment, if he come back to Premier League for any team, he can't score the same amount of goals he is scoring right now. റൊണാൾഡോ ഫാൻസ് ഇത് കണ്ട് ഭയങ്കര ട്രിഗർ ആണ്. ഇത്രയും കാലം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ്, അദ്ദേഹത്തിന്റെ മെന്റാലിറ്റി, അദ്ദേഹത്തിന്റെ ലെവൽ ഓഫ് തോട്ട്സ് ഒക്കെ ഞാൻ അഡ്മയർ ഹാറ്റ്സ് ഓഫ് ഫോർ ദാറ്റ്, അദ്ദേഹത്തിന്റെ അച്ചീവ്മെന്റ്സിനെല്ലാം. പക്ഷെ ഈ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, 6ാമത്തെ വേൾഡ് കപ്പ് കളിക്കാൻ പോണ്, എന്തായിരുന്നു ക്രിസ്ത്യാനോന്റെ ഇൻഡിവിജ്വൽ ലെവലിലുള്ള ക്രിസ്ത്യാനോന്റെ അച്ചീവ്മെന്റ്സ് എന്തായിരുന്നു വേൾഡ് കപ്പിൽ? 8 ഗോള് 2 അസിസ്റ്റോ, ഒരു സെമി ഫൈനലിലേക്ക് എത്തിയതോ? എന്തെങ്കിലും പറയുന്നത് ഒരു ഇന്റർവ്യൂ ആയിട്ട് ഇതൊക്കെ തന്നെ, ഇതുകൊണ്ടൊക്കെ കൂടെയാണ് അത് കോൺട്രവേഴ്സ്യൽ ആയത്. ഞാനിപ്പോ ഇത്രയും നേരം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്തുകൊണ്ടത് കോൺട്രവേഴ്സി ആയി. ഇതൊക്കെ തന്നെ ഫ്രഞ്ച് ലീഗ് പോരാ, പോർച്ചുഗീസ് ലീഗ് മോശമാണ് സൗദി ലീഗിനെക്കാളും, സൗദി ലീഗ് പോർച്ചുഗീസ് ലീഗിനെക്കാളും ബെറ്റർ ആണ്, വേൾഡ് കപ്പിന്റെ സ്വപ്നമല്ല. See, he has lost his mind. This guy has really lost his mind. പിയേഴ്സ് മോർഗൻ ഭയങ്കരമായിട്ട് ട്രംപിനൊന്ന് വെളുപ്പിക്കാൻ നോക്കുന്നത്. അത് ഇവിടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ നമ്മൾ ഇതിനകത്ത് പറയണ്ടെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ട് അതിനെ കുറിച്ച് ഡിസ്കഷനിലേക്ക് പോകാതെ കേട്ടോ. കാരണം പുള്ളിക്കാരൻ പറഞ്ഞതിലൊക്കെ നമുക്ക് എതിരഭിപ്രായങ്ങൾ, അത് ഗാസയിൽ ബോംബിംഗ് ഒക്കെ ട്രംപ് തടഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. ഡിഫൻസ്. അപ്പോ നമ്മൾ കുറെ ദിവസമായിട്ട് നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോന്റെ ഇന്റർവ്യൂ ഇങ്ങനെ പല റീലുകളായിട്ടും പല ചാനലുകളിലായിട്ടും അതിന്റെ കട്ട് ചെയ്തിട്ടുള്ള ഭാഗം, അങ്ങനെ പല രീതിയിലുള്ള ഭാഗങ്ങൾ വരുന്നുണ്ട്. അപ്പൊ കുറച്ച് ദിവസമായിട്ട് നമ്മളത് ഇതൊന്ന് അനലൈസ് ചെയ്യണം, എന്താണ് ഇതിന് മാത്രം ഇപ്പോ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള എന്താണ് ഇപ്പൊ അതിനകത്തുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതൊന്ന് റിയാക്ട് ചെയ്യണം, ഒന്ന് അനലൈസ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസമായി. അപ്പൊ ഇന്നാണ് അപ്പൊ അതിന് ഇരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അതിനകത്ത് കുറെ കാര്യങ്ങള്, നല്ല കാര്യങ്ങൾ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഇനി വരുന്ന യങ്സ്റ്റേഴ്സിനും യങ് ജനറേഷനും ഒക്കെ ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ലൈഫ് ലെസൺസ് പുള്ളിക്കാരന്റെ എക്സ്പീരിയൻസ് പുള്ളിക്കാരൻ. പക്ഷെ അതിനകത്ത് കുറച്ച് കോൺട്രവേഴ്സീസും ഉണ്ട്. അപ്പോ ഇതെല്ലാം നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷെ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇതിനകത്ത് റിയാക്ട് ചെയ്യുന്നുള്ളൂ. ഫുള്ള് നമ്മൾ യൂട്യൂബിൽ ഇരുന്ന് കണ്ടെങ്കിലും നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് നേരെ ഇന്റർവ്യൂ, ക്രിസ്റ്റിയാനോ റൊണാൾഡോ ഇന്റർവ്യൂ with Piers Morgan. So let's see that, analyze and just man what is this, what this guy is saying? പോർച്ചുഗീസ് ലീഗിനെക്കാളും മികച്ച ലീഗാണ് സൗദി പ്രോ ലീഗ് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒപ്പീനിയൻ ഉണ്ടോ? ക്രിസ്ത്യാനോ ഫാൻസ് ഉണ്ടല്ലോ ഇവിടെ ഇത് കണ്ടോണ്ടിരിക്കുന്നത്. See, why you just bringing Messi, MLS, Argentina? No, never. See, ഇത് പുള്ളിക്കാരന്റെ ഒപ്പീനിയൻ പറയാം. 40 ഡിഗ്രിയിൽ കളിച്ചതും കൊണ്ട് ഒരു ലീഗ് ബെറ്റർ ആവോ? എന്താണ് വാദം? വാട്ട് ഇസ് ദ പോയിന്റ്, വാട്ട് ഇസ് ദ ലോജിക്? ഒന്നാമത് ഇപ്പൊ അവിടെ നല്ല ടീമുകൾ ഉണ്ടല്ലോ, മിനിമം 4-5 ടീം നല്ലതില്ലേ? അവര് ഇപ്പം അങ്ങനെ ആവാൻ തുടങ്ങിയിട്ട് 2-3-4 കൊല്ലല്ലായിട്ടുള്ളൂ. ഓക്കെ, ഡെവലപ്പായി വരട്ടെ. വാട്ട് ഈസ് ദ ക്ലെയിം? അതായത് ടോപ്പ് 5 ലീഗ്, യൂറോപ്പിലെ പവർ ഹൗസസ് ആയിട്ടുള്ള ടോപ്പ് ഫ്ലൈറ്റ് എലൈറ്റ് ലീഗുകൾ, പ്രീമിയർ ലീഗ്, ലാ ലീഗ, ബുണ്ടസ് ലീഗ, ഇറ്റാലിയൻ സീരിയ, ഫ്രഞ്ച് ലീഗ് കഴിഞ്ഞ 6ാമത് വരുന്ന ലീഗാണ് പോർച്ചുഗീസ് ലീഗ്. ആലോചിക്കണമെങ്കിൽ ആ ബെനഫിക്ക കളിക്കുന്ന പോർച്ചുഗീസ് ലീഗ്, സ്പോർട്ടിംഗ് ലിസ്ബൺ കളിക്കുന്ന പോർച്ചുഗീസ് ലീഗ്, പോർച്ചുഗീസ് ലീഗ് സ്വന്തം രാജ്യമാണെന്ന് അറിയിക്കണെങ്കിലേ. അത് പറയണെങ്കിൽ അങ്ങനെ ചിലപ്പോ അത് എക്സ്പീരിയൻസ് ചെയ്തോണ്ടായിരിക്കൂലേ. എക്സ്പീരിയൻസ് ചെയ്ത് അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത് അദ്ദേഹം എക്സ്പീരിയൻസ് ചെയ്തത് പറയുന്നത് മുഴുവൻ ശരിയാണെന്ന് കേൾക്കാനാണല്ലോ ബാക്കിയുള്ള ഫുട്ബോൾ ഇത്രയും നേരം ക്രിസ്ത്യാനോ റൊണാൾഡോ പറഞ്ഞു. ഇപ്പൊ ഓൾമോസ്റ്റ് 1 hour ആയി ഞാൻ അത് കണ്ടുകൊണ്ടിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ വീഡിയോ ഇന്റർവ്യൂ. ഇത്രയും കാലം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ്, അദ്ദേഹത്തിന്റെ മെന്റാലിറ്റി, അദ്ദേഹത്തിന്റെ ലെവൽ ഓഫ് തോട്ട്സ് ഒക്കെ ഞാൻ അഡ്മയർ ഹാറ്റ്സ് ഓഫ് ഫോർ ദാറ്റ്, അദ്ദേഹത്തിന്റെ അച്ചീവ്മെന്റ്സിനെല്ലാം. പക്ഷെ ഈ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, അത് ചിലപ്പോ അങ്ങനെ വിശ്വസിക്കുന്ന ഏതെങ്കിലും ഫുട്ബോൾ ഫാൻ ഉണ്ടെങ്കിൽ കമന്റ്. അണ്ണൻ ചിലപ്പോ കമ്പയർ എനിക്ക് തോന്നുന്നില്ല. അണ്ണൻ ചിലപ്പോ കമ്പയർ ചെയ്യുന്ന അണ്ണൻ ആദ്യം പോർച്ചുഗീസ് ലീഗ് കളിച്ച ആളാണല്ലോ. അന്നത്തെ പോർച്ചുഗീസ് ലീഗ് ഇപ്പത്തെ അല്ല, അന്നത്തെ പോർച്ചുഗീസ് ലീഗ് മോശമല്ലല്ലോ. ഇപ്പത്തെ പിന്നെ അറബ് ലീഗ് ആയിരിക്കും. അന്നത്തെ പോർച്ചുഗീസ് അന്നം കളിക്കുമ്പോ പോർച്ചുഗീസ് ലീഗ് FC പോർട്ട് ചാമ്പ്യൻസ് ലീഗ് കളിച്ചിട്ടുണ്ട്. മൊറീഞ്ഞോ ഒന്നും കേൾക്കേണ്ടത് ഇയാളിത് പറഞ്ഞത് ശരിയല്ല കേട്ടോ. ഇതൊന്നും അണ്ണാ ശരിയല്ല, അങ്ങനൊന്നും പറയരുത്. ഞാൻ എന്റെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നോക്കാം. ഞാന്
ഒരു മെസ്സി ഫാൻ ആണ്, ശരിയാണ്. ഞാൻ നിങ്ങളെ വിമർശിക്കുന്ന ഒരാളാണ്, ശരിയാണ്. നിങ്ങളെ ഫാൻസിനോട് ഫാൻ ഫൈറ്റ് നടത്തുന്ന ആളാണ്, ശരിയാണ്. പക്ഷെ നിങ്ങളെ അച്ചീവ്മെന്റ്സും നിങ്ങളുടെ മെന്റാലിറ്റിയും നിങ്ങളെ കോൺഫിഡൻസ് ലെവലൊക്കെ നമ്മൾ എന്നും അഡ്മയർ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഈ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, ഒരു തരത്തിൽ ഞാൻ അത് വെളുപ്പിക്കാനും ന്യായീകരിക്കാനും കഴിയൂല. ഇങ്ങനെ പ്ലീസ് ദയവ് ചെയ്യരുത്, ഇനി ഒരു ഇന്റർവ്യൂ ആയിട്ട് ഇങ്ങനെ പറയരുത്. അണ്ണാ ഇതൊന്നും എനിക്ക് ന്യായീകരിക്കാൻ കഴിയാത്തൊരു സാധനം. മാക്സിമം ട്രൈ ചെയ്യാം. Premier League is good, of course, is the number one. Premier League number one. They should count like the goals to be the top scorer, the Golden Ball. Why they don't count Saudi League? Why? Okay. You see, look how many players, top players we have in the league. I mean, ask the other players. പുള്ളിക്കാരൻ എന്താ പറഞ്ഞേ, അതായത് സൗദി ലീഗിൽ അടിക്കുന്ന ഗോൾഡൻ നമ്പേഴ്സ് നോക്കിയിട്ട് ബാലൻഡിയോർ കൊടുക്കണം, അതോ ഗോൾഡൻ ബൂട്ട് കൊടുക്കണം, എന്താ പറഞ്ഞേ? അടിച്ചാൽ അവിടെ എന്താ പറഞ്ഞു? അണ്ണം ഇത് കമ്പയർ ചെയ്യുന്നത് എന്തുകൊണ്ട് ഈ French league is only PSG. ഫ്രഞ്ച് ലീഗിൽ PSG മാത്രമൊന്നും, ലിയോൺ ഒന്നൊരു ക്ലബല്ല, മൊണാക്കോ ക്ലബല്ല, PSG ഓൺലി PSG. അപ്പൊ ഫ്രഞ്ച് ലീഗ് എന്തായി? മോശം ലീഗാണ്. ഏത് പുള്ളിക്കാരെ പറഞ്ഞു വരുന്നത് ഇപ്പൊ അതാണ്. ഫ്രഞ്ച് ലീഗും PSG മാത്രമേ ഉള്ളൂ. അത് മുന്നേ പുള്ളിക്കാരൻ പറഞ്ഞു. അറബ് ലീഗിൽ ഏതാ ടീമുള്ളത്? അണ്ണന്റെ അൽ ഹിലാല്, അൽ നാസർ, പിന്നെ അൽ ഇത്തിഹാദ്, അങ്ങനെ കുറച്ച് ക്ലബ്ബുകളുണ്ട്. അതൊക്കെ നല്ല ക്ലബ്ബുകളാണ്, നല്ല താരങ്ങൾ കളിക്കുന്നുണ്ട്, ഒക്കെ ശരി തന്നെയാണ്. പൈസ കൊടുത്തു കൊടുക്കുന്ന താരങ്ങളാണ് എങ്കിൽ കൂടിയും അവർക്ക് നല്ലൊരു ഫുൾ പാക്ഡ് ആയിട്ടുള്ള ടീമുണ്ട്, അംഗീകരിക്കുന്നു. എന്ന് വെച്ചിട്ട് അതെങ്ങനെ ബെസ്റ്റ് ലീഗാവും? ചൂടത്ത് കളിക്കണോണ്ട് ബെസ്റ്റ് ലീഗാവോ? ആരോണോ എനിക്കറിയില്ല. 40 ഡിഗ്രിയിൽ കളിച്ചോണ്ട് ഇപ്പൊ അനസ് നേരത്തെ പറഞ്ഞു, പുള്ളിക്കാരനെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടാണ്. ഇപ്പൊ സൗദിയിലും പുള്ളി കളിച്ചിട്ടുണ്ട്, പ്രീമിയർ ലീഗും പുള്ളി കളിച്ചിട്ടുണ്ട്. ഇപ്പൊ പോർച്ചുഗീസ് ലീഗ് മോശമാണെന്ന് പറയുമ്പോൾ സ്പോർട്ടിംഗ് ലിസ്ബന് വേണ്ടി പുള്ളി അതിൽ കളിച്ചിട്ടുണ്ട്. എന്തടിസ്ഥാനത്തിലാണ് ഫ്രഞ്ച് ലീഗ് മോശമാണ്? ആൾ കളിച്ചിട്ടുണ്ട് അവിടെ, മെസ്സി കളിച്ചിട്ടുണ്ട്. മെസ്സി കളിച്ചിട്ടുണ്ട് തന്നെ. അപ്പൊ അതൊക്കെ തന്നെ പ്രശ്നം. ലാലീഗിനെ കുറിച്ച് എന്തെങ്കിലും പറയണ്ടോ നോക്കട്ടോ. ഇദ്ദേഹം ഇത് കാര്യമായിട്ട് ചോദിക്കണാണോ? അണ്ണോ ഇത് കാര്യമായിട്ട് ചോദിക്കണാണോ? ഇന്ന് ആലോചിച്ച് നോക്ക്. സൗദി പ്രോ ലീഗിൽ ഗോൾ അടിച്ചു കൂട്ടുക, അല്ലെങ്കിൽ സൗദി ലീഗിൽ കൂടുതൽ ഗോൾ അടിച്ച ടോപ്പ് സ്കോറിന്റെ എന്തുകൊണ്ട് ബാലൻഡിയോറിന് പരിഗണിക്കണില്ല, അല്ലെങ്കിൽ ഗോൾഡൻ ബൂട്ടിന് പരിഗണിക്കണില്ല എന്ന പുള്ളിക്കാരൻ ചോദിക്കണത്. അത്ലറ്റിക് ലെവൽ ഓഫ് ഫുട്ബോൾ നോളജ് അല്ലത്. അദ്ദേഹം ഗ്രേറ്റസ്റ്റ് ഫുട്ബോളറിൽ വരുന്ന ഒരാളാണ്, ഹിസ്റ്ററിയിലെ ബെസ്റ്റ് ഫുട്ബോളേഴ്സിൽ വരുന്ന ഒരാളാണ്. പുള്ളിക്കാരൻ ചോദിക്കുന്ന ചോദ്യം നോക്ക്. സൗദി ലീഗിൽ 30 അംഗ ചുരുക്കപ്പട്ടികയില് ബാലൻഡിയോറിന്റെ എന്തിന്റെയോ ചുരുക്കപ്പട്ടികയില് ഫിഫ ബെസ്റ്റിന്റെ ആണോ എന്ന് തോന്നുന്നു. മറ്റേ പയ്യൻ അർജന്റീനക്കെതിരെ ഗോൾ അടിച്ച പയ്യനുണ്ട്, ഓ സൗദി പ്രോ ലീഗില് അൽ ഹിലാലിന് വേണ്ടിയിട്ടാ കളിക്കണേ. അപ്പോ ഈ കൂടുതൽ ഗോൾ അടിച്ചതിനെ കൊണ്ടോ അല്ല, അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഒക്കെ അനലൈസ് ഈ ബാലൻഡിയോർ കൊടുക്കണതേ കൂടുതൽ ഗോൾ അടിച്ചവർക്കല്ല. അത് റൊണാൾഡോ ഫാൻസിനോടുമാണ്, റൊണാൾഡോനോടും കൂടിയാ പറയുന്നത്. കൂടുതൽ ഗോൾ അടിച്ചവർക്ക് കൊടുക്കണം ഗോൾഡൻ ബൂട്ടാ, അല്ലാതെ ടോപ്പ് സ്കോർ കൊടുക്കുന്ന അവാർഡല്ല ബാലൻഡിയോർ. അത് തീരെ ഗോൾ അടിക്കാതെ ലുക്കാ മോഡ്രിച്ച് ബാലൻഡിയോർ അടിക്കുമ്പോൾ എത്ര ഗോൾ അടിച്ചിട്ടുണ്ട്? 2-3 ഗോൾ അടിച്ചിട്ടുള്ളൂ. ഗോളുകൾ നോക്കിയിട്ടല്ല, ആ ടീമിനുണ്ടാക്കിയ ഇമ്പാക്റ്റും ആ പെർഫോമൻസും അച്ചീവ്മെന്റ്സും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ടാണ്. അതുകൊണ്ടാണ് ഇപ്പൊ സൗദി പ്രോ ലീഗ് എന്ന് ഒരാളെ കൺസിഡർ ചെയ്ത് അയാൾ ടോപ്പ് 30 ആദ്യമായിട്ടാണ് വരുന്നത് തോന്നുന്നത്. അങ്ങനെ എനിക്ക് തോന്നുന്നു ഏഷ്യൻ ലീഗിൽ കളിച്ച ആരും പോലും അങ്ങനെ വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കണത്. എന്തുകൊണ്ട് റൊണാൾഡോ വന്നില്ല? അത്ര ലെവലിൽ ഫുട്ബോളിൽ എലൈറ്റ് ലെവലിൽ കളിക്കുന്ന ആളാണെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിനൊരു നോമിനേഷൻ ആയിട്ടെങ്കിലും അയാൾ വരണ്ടേ? വന്നിട്ടില്ലല്ലോ. അപ്പോ ഗോളുകൾ മാത്രമല്ല ഫുട്ബോൾ എന്നുള്ളത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷെ ഇത് അദ്ദേഹം പറഞ്ഞപ്പോ രണ്ടാമത്തെ ബ്ലണ്ടറാണ് ഇപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സൗദി പ്രോ ലീഗിൽ അടിച്ചിന ഗോളുകളും ഇതൊക്കെ മറ്റേ ബാലൻഡിയോറിനും ഗോൾഡൻ ബൂട്ടിനും പണിയാണ്ട് പരിഗണിക്കുന്നില്ലേ. ടോപ്പ് 5 വരുന്ന ലീഗുകൾ ഏതൊക്കെ? ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം, എങ്ങനെയാണ് ഈ ഗോൾഡൻ ബൂട്ട് കൊടുക്കണമെന്നുള്ളത്. ഈ ഗോൾഡൻ ബൂട്ട് ഇപ്പൊ കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ യൂറോപ്പിലെ ടോപ്പ് ഫ്ലൈറ്റ് ലീഗിൽ ഗോൾ അടിച്ച പ്ലെയർ പേരെന്താ? ഗോൾഡൻ ബൂട്ട് ഇട്ടത് എംബപ്പയാണോ കൂടുതൽ ഗോൾ അടിച്ച്? അല്ല, വിക്ടർ ഗ്യോക്രസ് ആണ് ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച്. പക്ഷെ ഈ ഗ്യോക്രസ് അടിച്ചപ്പോ റൊണാൾഡോ പറഞ്ഞ സോക്കോൾഡ് സൗദി പ്രോ ലീഗിന്റെ താഴത്തുള്ള പോർച്ചുഗീസ് ലീഗിലാണ് കളിച്ചിരുന്നത്. അദ്ദേഹം കൂടുതൽ ഗോൾ അടിച്ചു. പക്ഷെ അവിടെ ഓർക്ക് ഒരു ഗോളിന് അതിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 2 ആണ്. ടോപ്പ് ഫ്ലൈറ്റ് ലീഗിലെ 5 ടീമുകൾക്കും 2 ആണ് വെയിറ്റേജ് ഒരു ഗോളിന്. പക്ഷെ പോർച്ചുഗീസ് ലീഗ് പോലുള്ള ലീഗുകൾക്ക് 1.5 ആണ്. അതുകൊണ്ടാണ് കൂടുതൽ ഗോൾ അടിച്ചിട്ടും വിക്ടർ ഗ്യോക്രസിന് ഗോൾഡൻ ബൂട്ട് ഇട്ടായിരുന്നത്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട്
ഇത്രയും ആ കോമ്പറ്റീറ്റീവ്സിന്റെ ടൈറ്റ്നെസ്സിനനുസരിച്ചും അതിന്റെ ആ ഒരു കോമ്പറ്റീഷൻ ലെവലനുസരിച്ചും യൂറോപ്യൻ കോമ്പറ്റീഷനിൽ അവരെങ്ങനെ പെർഫോം ചെയ്യുന്നതിനനുസരിച്ചൊക്കെയാണ് യുവേഫ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് ഏറ്റവും ബെസ്റ്റ് ലീഗ്, ടോപ്പ് ഫ്ലൈറ്റ് ലീഗില് അതിന്റെ ഒരു ഓർഡർ കൊടുക്കല്. അതിപ്പോ പ്രീമിയർ ലീഗാണ് ടോപ്പ് ഫ്ലൈറ്റ് ലീഗിൽ. ഇപ്പൊ റീസെന്റ് പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ പ്രീമിയർ ലീഗിലെ സിറ്റി, അതുപോലെ ലിവർപൂള്, ഒരു പരിധി വരെ ടോട്ടനാമൊക്കെ, ആഴ്സണലൊക്കെ സെമി ഫൈനലിലും ക്വാർട്ടർ ഫൈനലിലൊക്കെ റീസെന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ലാ ലീഗ കുറച്ച് പുറകിൽ പോയി. പക്ഷെ ഈ റൊണാൾഡോ, മെസ്സി ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് ആ 9 ഇയേഴ്സിൽ കോഎഫിഷ്യൻ പ്രകാരം 1ാം സ്ഥാനത്ത് ലീഗ് ലാ ലീഗയായിരുന്നു. അത് ആ പെർഫോമൻസിന്റെ കോമ്പറ്റീറ്റീവ്നെസ്സും അത് എത്രമാത്രം ടൈറ്റ് ആണെന്നുള്ളതിനനുസരിച്ചാണ്. അല്ലാതെ സൗദി പ്രോ ലീഗിലുള്ളവർക്കൊന്നും എടുത്തുകാണ്ട് ഇത് കൊടുക്കാൻ പറ്റൂല. അത് എന്താണ് അണ്ണൻ പറയണത്? ശരി, നിങ്ങൾ അണ്ണൻ ഫാൻസിനൊന്ന് ആലോചിച്ച് നോക്കി. ശരി. അന്റെ ഇതില് ഏറ്റവും ടോപ്പ് 5 വരുന്ന ഏതൊക്കെ ലീഗ്? ഇന്ത്യ ലെവൽ സി അല്ല, അന്റെ അഭിപ്രായം ചില കാര്യങ്ങൾ പറയുന്നത് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുമ്പോൾ മാത്രമേ നമ്മൾ ഒപ്പീനിയനും പറയുള്ളൂ. ഇതൊക്കെ നമ്മൾ ഫാക്ട്സ് വെച്ചിട്ട് പറയുന്നത്. ടോപ്പ് ഫ്ലൈറ്റ് ലീഗിൽ ഇപ്പത്തെ നിലവിലെ ടോപ്പ് ഫ്ലൈറ്റ് ലീഗ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ്, അത് കഴിഞ്ഞാൽ ലാ ലീഗ, ജർമ്മൻ ബുണ്ടസ് ലീഗ്, ഇറ്റാലിയൻ സീരിയ, ഫ്രഞ്ച് ലീഗ്. ഇത് ഓർഡറിലായിരിക്കാൻ സാധ്യതയില്ല. പക്ഷെ 1ാം സ്ഥാനത്ത് പ്രീമിയർ ലീഗ് ആണെന്നുള്ളത് എനിക്കറിയാം. 2ാം സ്ഥാനത്ത് ലാ ലീഗ് ഉണ്ടോ എന്നുള്ളത് എനിക്കറിയാം. 2ഓ 3ഓ ആണ്. അതിപ്പോഴത്തെ പെർഫോമൻസിനനുസരിച്ചാണ്. ആ ലെവലിലുള്ള ടീമുകൾ എങ്ങനെയാണ് അവരുടെ യൂറോപ്യൻ കോമ്പറ്റീഷനിൽ അവരെങ്ങനെ പെർഫോം ചെയ്യുന്നു, ചാമ്പ്യൻസ് ലീഗിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു, യൂറോപ്പ ലീഗിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു, കോൺഫറൻസ് ലീഗിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു, ഇതിന്റെ ബേസിസിലാണ് ഒരു ലീഗ് നമ്മൾ ബെസ്റ്റ് ആക്കണത്, ഇതാക്കണത്. ഈ AFC ചാമ്പ്യൻസ് ലീഗിലും കൂടിയും പോയിട്ട് മര്യാദക്ക് പോയിട്ട് കപ്പടിക്കാൻ പറ്റാത്ത ടീമുകളാണ് സൗദി പ്രോ ലീഗിലുള്ളത്. എത്ര ടീമുകൾക്ക് AFC ചാമ്പ്യൻസ് ലീഗ് അടിക്കാൻ പറ്റുന്ന ഒരു അൽ നാസറും ഒരു അൽ ഹിലാലും അല്ലാതെ? ഈ അൽ നാസറും അൽ ഹിലാലും ഉണ്ട്. ഇവ പറഞ്ഞല്ലോ, ഇപ്പൊ റൊണാൾഡോ പറഞ്ഞു നേരത്തെ PSG മാത്രമേ ഉള്ളൂ ഫ്രഞ്ച് ലീഗിൽ. അതെന്ത് ബേസിലാ പറയുന്നത്? കാരണം ഒരു യൂറോപ്യൻ ലെവൽക്ക് കോമ്പറ്റീഷൻ വരുമ്പോൾ PSG ആണ് കാര്യമായിട്ട് നമുക്ക് കാണുന്നത്. അല്ലെങ്കിൽ വല്ലപ്പോഴൊക്കെ ഒരു ലിയോണിനെ കാണും, എപ്പോഴെങ്കിലും ഒക്കെ ഒരു മൊണാക്കോനെ കാണും. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ചിലപ്പോൾ ഒരു മാർസെലിയും കാണും. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അവിടുന്ന്. അത് യൂറോപ്യൻ ലെവലിൽ കോമ്പറ്റീഷൻ മത്സരിക്കുമ്പോഴല്ലേ. ഇപ്പൊ ഈ സൗദി പ്രോ ലീഗിൽ എത്ര ക്ലബ്ബുകളാണ് AFC ചാമ്പ്യൻസ് ലീഗിലോ അല്ലെങ്കിൽ AFC കപ്പിലോ പോയി കണ്ട് ഇതാക്കുന്നത്? അത് അവിടെ ഉറാവ റെഡ്സോ അല്ലെങ്കിൽ പിന്നെ കൊറിയന്റെ, ജപ്പാന്റെ ഒക്കെ ക്ലബ്ബുകളൊക്കെയാണ് കാര്യമായിട്ട് അവിടെ കിരീടം ചൂടല്. അപ്പൊ എന്ന് വെച്ചിട്ട് സൗദി പ്രോ ലീഗ് ഇപ്പം ബാക്കിയുള്ള ടീമുകളെക്കാളും മോശമാണെന്ന് പറയാൻ പറ്റും? അങ്ങനെ ഏഷ്യയിലെ മാത്രം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കാര്യങ്ങൾ അഭിപ്രായം? ഏഷ്യയിലെ തന്നെ ബെസ്റ്റ് ലീഗ് ആണോ സൗദി ലീഗ്? അങ്ങനെ ഒരു ഒപ്പീനിയൻ ഉണ്ടോ നിങ്ങൾക്ക്? ശരി, അതുമാണല്ലോ ചോദിക്കാം. ലോകത്തിൽ അവിടെ വെക്കട്ടെ, ഏഷ്യയിലെ ബെസ്റ്റ് ലീഗ് ആണോ സൗദി പ്രോ ലീഗ്? എന്തൊക്കെ അത് വിട്. MLS-ഉം സൗദി ലീഗും കമ്പയർ ചെയ്യും. MLS സൗദി ലീഗ് എന്ത് കമ്പാരിസൺ നിങ്ങൾ ചെയ്യുന്ന? ഏറ്റവും ബെസ്റ്റ് ലീഗ് ഏതാന്നുള്ളത് അത് MLS അല്ലേ? ഇത് ഞാൻ പറയുന്നല്ല. ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു 10 ലീഗ് എടുത്തു കഴിഞ്ഞാൽ അതിലൊന്ന് MLS ആണ്. അത് മെസ്സി കളിച്ചുകൊണ്ട് MLS ആയതല്ല. ഇപ്പൊ മെസ്സി കളിച്ചുകൊണ്ട് ഞാനിപ്പോ ലാ ലീഗും പ്രീമിയർ ലീഗും മോശമാണ്, MLS ബിഗ് ലീഗ് ആണെന്നും പറയുന്നില്ല. ഏറെക്കുറെ ബർഗർ ലീഗ് ഒക്കെ തന്നെ നിങ്ങൾ പറയുന്ന പോലെ. ഇപ്പൊ റൊണാൾഡോ ഹേറ്റേഴ്സ് ഇതിനെ MLS-ന് ബർഗർ ലീഗ് എന്നും, അതുപോലെ മെസ്സിയുടെ ഹേറ്റേഴ്സിനെ മെസ്സി ഹേറ്റേഴ്സ് MLS-നെ പിങ്ക് ലീഗ്, ബർഗർ ലീഗ് എന്നൊക്കെ വിളിക്കുന്ന കാണാം. അതുപോലെ തിരിച്ചും റൊണാൾഡോ ഹേറ്റേഴ്സ് സൗദി പ്രോ ലീഗിനെ ക്യാമൽ ലീഗ് എന്നൊക്കെ വിളിക്കുന്ന കാണാം. അത് നിങ്ങളുടെ ഒപ്പീനിയൻ ആണ്. പക്ഷെ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള വാല്യൂ ഉണ്ട്. പക്ഷെ MLS സൗദി പ്രോ ലീഗിനെ അപേക്ഷിച്ച് ഫാർ ബെറ്റർ ആണ്. പക്ഷെ ഇന്റർ മിയാമി ആണോ അൽ നാസർ ആണോ ചിലപ്പോ ടീം സ്ട്രെങ്ത് കൊണ്ട് മികച്ച ടീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ എനിക്ക് അൽ നാസർ എന്ന് പറയേണ്ടി വരും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ വിലയിരുത്തേണ്ടത്. ആണ് ഇന്റർ മിയാമിനെക്കാളും ബെസ്റ്റ് ടീം തന്നെയാണ് അൽ നാസർ. പക്ഷെ ലീഗ് നോക്കുകയാണെങ്കിൽ സൗദി പ്രോ ലീഗ് അല്ല, MLS തന്നെ. Look how many players, top players everywhere. For me, it's more easy to score in Spain than score in Saudi. അടുത്ത മണ്ടത്തരം. മണ്ടത്തരല്ല, അണ്ണന്റെ കോൺഫിഡൻസ് അല്ലേ പറയുന്നത്? അതെങ്ങനെ കോൺഫിഡൻസ്? അണ്ണനത് പറയാണ്. അണ്ണൻ എനിക്ക് സ്പെയിനിൽ സ്കോർ ചെയ്യാനെക്കാട്ടിലും ഈ സ്പെയിനിൽ സ്കോർ ചെയ്യാൻ ഈസിയാണ്, ഇവിടെ സ്കോർ ചെയ്യാനെക്കാട്ടിലും. അത് പറഞ്ഞത് റൊണാൾഡോ ആയതുകൊണ്ട് നമ്മൾ അത് അംഗീകരിക്കണം. അയാളുടെ പെർസ്പെക്റ്റീവ് അല്ലേ പറയുന്നത്. അത് മണ്ടത്തരല്ല. അത് അയാൾക്ക് ഈ ഒരു കളിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ പറയുമ്പോ എനിക്ക് സ്പെയിനെക്കാട്ടിലും എനിക്ക് സ്പെയിനാണ് ഡിഫിക്കൽട്ട് എന്ന് പറയാനേ, സൗദിയാണ് ഡിഫിക്കൽട്ട് പറയാനെങ്കിൽ അത് അയാൾ കളിച്ച് പരിചയം തർക്കിക്കേണ്ട കാര്യമേ അല്ല. പക്ഷെ എന്നാലും ഞാനൊരു കാര്യം പറയാം. പുള്ളിക്കാരൻ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റയൽ മാഡ്രിഡിൽ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ലാ ലീഗിൽ കളിച്ച്, ആ ലാ ലീഗിൽ അദ്ദേഹത്തിന്റെ പീക്ക് ഓഫ് ദ പവേഴ്സിന്റെ ഹൈറ്റിൽ കളിച്ചുകൊണ്ടിരുന്ന, പ്രൈമിൽ കളിച്ചുകൊണ്ടിരുന്ന ടൈമാണ്.
അവിടെ ചിലപ്പോൾ ഒരു പക്ഷേ അയാൾക്ക് ഗോൾ അടിക്കാൻ എളുപ്പമായിട്ടുണ്ടാവും. കാരണം അയാൾ ഏറ്റവും ഫുൾ പൊട്ടൻഷ്യൽ പുറത്തെടുത്താണ്. സൗദി പ്രോ ലീഗിൽ അദ്ദേഹത്തിന് 40 അയാൾ കളിക്കുന്നത്, സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും. ഇനി 10-15 വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹം ISL വന്ന് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഗോൾ അടിക്കാൻ ഒന്നുകൂടി ബുദ്ധിമുട്ടും. അപ്പൊ അദ്ദേഹം പറയും സ്പാനിഷ് ലീഗിനെക്കാളും ഗോൾ അടിക്കാൻ ബുദ്ധിമുട്ട് ഇന്ത്യൻ സൂപ്പർ ലീഗിലാണ്, അതുകൊണ്ട് ഇന്ത്യൻ സൂപ്പർ ലീഗ് ബെസ്റ്റ് ആവും. നേരത്തെ പറഞ്ഞതേ ബോഡി അയാളെ ഫിറ്റ്നസ് വെച്ച് പറയുന്നത് അയാളിപ്പോ പഴയ ഫിറ്റ്നസ് അദ്ദേഹം പറയാതെ പറയുന്നില്ല, അയാൾ പറയുന്നത് സൗദി പ്രോ ലീഗ് തന്നെയാണ് ബെറ്റർ തന്നെയാണ്. അദ്ദേഹം ഓപ്പൺ ആയിട്ട് പറഞ്ഞല്ലോ പോർച്ചുഗീസ് ലീഗിനെക്കാളും ബെറ്റർ ആണ് സൗദി പ്രോ ലീഗ്. അത് നിങ്ങൾ അംഗീകരിക്കണ്ടോ? നിങ്ങൾ ആരെങ്കിലും അംഗീകരിക്കണ്ടോ അത്? പിന്നെ അങ്ങനെ പറഞ്ഞ ഒരാള് കൂടുതൽ ഗോൾ സ്കോർ ചെയ്യാൻ എളുപ്പം സ്പെയിനിലാണ് സൗദിനെക്കാളും എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനു നമ്പണം? അത് അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻ. ഓക്കെ, 40 വയസ്സിൽ അദ്ദേഹത്തിന് ഗോൾ അടിച്ചാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതാ ഞാൻ ചോദിച്ചത്. 10 കൊല്ലം കൂടി കഴിഞ്ഞാൽ അദ്ദേഹം ഇന്ത്യൻ സൂപ്പർ ലീഗ് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോൾ അടിച്ചാൽ ഒന്നും കൂടി ബുദ്ധിമുട്ടും. 50 വയസ്സുകാരന് ഓടാനും ചാടാനും ഒക്കെ ഇച്ചിരി പാടാക്കരം. എന്നിട്ട് അയാൾ പറയണ സ്പാനിഷ് ലീഗിൽ ഗോൾ അടിച്ചാൻ എളുപ്പമാണ്, ഇന്ത്യൻ സൂപ്പർ ലീഗിൽ വളരെ മോശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് അംഗീകരിക്കണം വേണ്ടല്ലോ? അത്രേ പറഞ്ഞുള്ളൂ. അല്ലാതെ പറയുന്ന അഭിപ്രായങ്ങളോടെ നമുക്ക് എതിർപ്പുള്ളൂ, അല്ല വ്യക്തിയോടല്ല. മനസ്സിലാക്കുക. If you ask me, Christian, is it a dream to win the World Cup? No, it's not a dream. Yes. കേട്ടില്ല. കുറച്ചുകൂടി ബാക്ക് അടിക്കും. Even by your standards. ശരിക്ക് കേട്ടോളെ, ക്രിസ്ത്യാനോ റൊണാൾഡോനോട് അദ്ദേഹത്തിന്റെ 1000 ഗോൾ അച്ചീവ്മെന്റ്സിനെ കുറിച്ച് ചോദിക്കുകയാണ്. അത് വേൾഡ് കപ്പിലായാൽ എന്തായിരിക്കും, എങ്ങനെ ആയിരിക്കും, അടിപൊളിയായിരിക്കും എന്ന് PS മോർഗൻ ചോദിക്കുമ്പോൾ അതിന് പുള്ളിക്കാരൻ പറയുന്ന മറുപടി കേട്ടു. ലോകകപ്പ് നേടുക എന്ന് പറയുന്നത് എന്റെ സ്വപ്നമല്ല എന്നാ പുള്ളിക്കാരൻ പറയുന്നത്. കഴിഞ്ഞ വേൾഡ് കപ്പിന്റെ മുന്നേ 2022 വേൾഡ് കപ്പിന്റെ മുന്നേ ഇതേ PS മോർഗനുമായിട്ട് ഇന്റർവ്യൂ നടന്ന സമയത്ത് പുള്ളിക്കാരൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ ഡ്രീമാണ്. 4 കൊല്ലം കൊണ്ട് ഡ്രീമൊക്കെ മാറിപ്പോയേക്കാം, സ്വാഭാവികമാണ്, നമുക്കൊക്കെ സംഭവിക്കാം. ഇപ്പൊ ഞാൻ ചെറുപ്പത്തിൽ എനിക്കൊരു പൈലറ്റ് ആകണമെന്നു ആഗ്രഹം. അല്ല, കുറച്ചുകൂടി മുതിർന്നപ്പോൾ ആഗ്രഹങ്ങൾ പരിമിതപ്പെട്ടു. അപ്പൊ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചിന്തിക്കും. ആദ്യം നമ്മൾ അങ്ങനെയാണല്ലോ, നമ്മൾ നടക്കാത്ത കുറെ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കും. ഇപ്പൊ അദ്ദേഹം പ്രാക്ടിക്കലായിട്ട് നിന്ന് ചിന്തിക്കുന്ന, അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് ഡ്രീമല്ല തോന്നുന്നുണ്ടാവാം. അല്ലാതെ ഞാൻ എന്താ പറയുന്നത്, ഇപ്പോഴത്തെ ടീം വെച്ചിട്ട് നടക്കൂല. ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഒരു കാര്യം, കഴിഞ്ഞ വർഷം എന്താ നല്ല ടീമായിരുന്നു. ഒരു 4 ഫേവറേറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ അതിലൊരു ടോപ്പ് 5 ഫേവറേറ്റ്സ് പോർച്ചുഗലാണ്. പോർച്ചുഗലിലെ ഫ്രാൻസ്, അർജന്റീന, ഇംഗ്ലണ്ട്, സ്പെയിന്, പോർച്ചുഗൽ, 5 ടീം അടുത്ത വേൾഡ് കപ്പ് നേടാൻ കൂടുതൽ ഞാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. അണ്ണനത് ഡ്രീം അല്ല എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അതെന്തുകൊണ്ടാന്നുള്ളത് ഇപ്പൊ ഞാനിപ്പോ ഓപ്പൺ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഇന്നോടൊക്കെ ദേഷ്യം തോന്നും. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും കഴിയാത്തല്ല. ഏതൊരു ഫുട്ബോൾ പ്ലെയറോട് ചോദിക്കോ, ആ ഫുട്ബോൾ പ്ലെയറുടെ അൾട്ടിമേറ്റ് ഡ്രീം എന്ന് പറഞ്ഞാൽ വേൾഡ് കപ്പ്, രാജ്യത്തിന് വേണ്ടി വേൾഡ് കപ്പ് അടിക്കാന്നുള്ളത്. ഫസ്റ്റ് തന്നെ പറയണ്ടേ, യു വിൽ ബി സർപ്രൈസ്ഡ് ആണ്. റൊണാൾഡോനെ പോലുള്ള അത്രയും ലെജൻഡറി ആയിട്ടുള്ള ഒരാള്, നമ്മള് എതിരാളികൾ പോലും ഇപ്പം നമ്മൾ ഫാൻ ഫൈറ്റ് ഒക്കെ നടത്തുന്നതിന്റെ ഇടയിൽ നമ്മള് ഇപ്പം മെസ്സി വേൾഡ് കപ്പ് അടിച്ചതിന് ശേഷം ഒരു നിഷ്പക്ഷരായിട്ട് ചിന്തിക്കുന്ന ഫുട്ബോൾ ഫാൻസ് എങ്കിലും ചിന്തിക്കാറുണ്ട്, ഇനി അടുത്ത റൊണാൾഡോ കൂടി ഒരു വേൾഡ് കപ്പ് അടിച്ചോട്ടെ, അദ്ദേഹത്തിന്റെ ഞാൻ ചിന്തിക്കലില്ല. ഓഫ് കോഴ്സ് ഇല്ല. ഞാൻ മറ്റേ റൊണാൾഡോ കയറിയപ്പോൾ ഐ ഡോണ്ട് വാണ്ട് ടു ബി ഹംബിൾ. ഞാൻ റൊണാൾഡോ ഒരു വേൾഡ് കപ്പ് എടുക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ആളല്ല. മെസ്സി അടുത്ത വേൾഡ് കപ്പ് എടുക്കണമെങ്കിൽ മെസ്സി എടുക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതിൽ നമുക്ക് അതിന് വേറെ മറച്ചു വെക്കണ്ടേ, നമ്മള് നിങ്ങളെ മുന്നിൽ പ്രിറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാൻ അങ്ങനെ ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞേ. അത് റൊണാൾഡോ വേൾഡ് കപ്പ് നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ബ്രസീൽ ഫാൻസിനെ, ഒരുപാട് നിഷ്പക്ഷരായിട്ടുള്ള പോർച്ചുഗൽ അല്ലാത്ത റൊണാൾഡോ ഫാൻസ് അല്ലാത്ത ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്. അവരൊക്കെ മുഖത്തേറ്റ അടിയാണിത്. കണ്ടോളി, വേൾഡ് കപ്പ് ആവശ്യമില്ല. പുള്ളിക്കാരൻ വേൾഡ് കപ്പ് വേണ്ടെന്ന് പുള്ളിക്കാരൻ തന്നെ വന്നാൽ പിന്നെ അയാൾ ഡിസർവ്ഡ് ആണോ അല്ലേ നമ്മൾ ചർച്ച ചെയ്യാം. ശരിക്കും ഇപ്പത്തെ ടീം മൈൻഡ് സെറ്റ് വെച്ചിട്ട് ചിലപ്പോൾ അത് വേണ്ടി വരില്ല. റൊണാൾഡോ വേൾഡ് കപ്പിന് റൊണാൾഡോ ഡിസർവ്ഡ് ആണെന്ന് ഞാൻ വേൾഡ് കപ്പ് റൊണാൾഡോ ഡിസർവ്ഡ് ആണോ അല്ലെന്ന് അങ്ങനെ ഒരുപാട് ആളുകൾ വേൾഡ് കപ്പ് ഡിസർവിംഗ് ആണ്. എന്ത് ബേസിലാണ് റൊണാൾഡോ ഡിസർവ്ഡ് ആണ് പറയുന്നത്? ഒരു ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം അല്ലേ? ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ആണ് നിങ്ങൾ കുറച്ച് ആൾക്കാർ പറയുന്നല്ലേ, ഞാൻ പറയുന്നല്ല. ഐ മീൻ നമ്മളൊരു അല്ല, ഓക്കെ, അത് വിടും. ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം നമുക്ക് വേറൊരു ദിവസം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആരും ഉണ്ടെങ്കിൽ വരാം, കമന്റ് ബോക്സിൽ ഇടാം, നമുക്ക് ഇവിടെ ഇരുന്ന് ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് ചായ കുടിച്ചിട്ട് പിരിയാം നമുക്ക്. അടിപൊളി പെരിന്തൽമണ്ണയാണ്. പെരിന്തൽമണ്ണ നല്ല അടിപൊളി ഫുഡ് കിട്ടുന്ന നല്ല അടിപൊളി ഹോട്ടലുകളുണ്ട്. നമ്മൾ ഇവിടുന്ന് ചർച്ച ചെയ്യുന്നു, നമ്മള് ഫുഡ് കഴിക്കുന്നു, പിരിയുന്നു. സോ അതിന് ആർക്ക് വേണമെങ്കിലും വരാം, നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷെ ഇപ്പൊ ഈ സംസാരിച്ച വിഷയം ഉണ്ടല്ലോ, വേൾഡ് കപ്പ് ഒരു ഡ്രീം അല്ല എന്ന് പറയുന്നത്, അത് അയാളെ തന്നെ കബളിപ്പിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോ നിങ്ങൾ റൊണാൾഡോ ഫാൻസ് ഉണ്ടാവും ഇതിനകത്ത്, അല്ലെങ്കിൽ റൊണാൾഡോനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ന്യായീകരിക്കും തന്നെ വെച്ചോ. ഇനിയിപ്പോ 2026 റൊണാൾഡോ വേൾഡ് കപ്പ് അടിച്ച എന്തകരം നിങ്ങൾ എന്തും പറഞ്ഞിട്ടാ പറയാ?
ഇപ്പൊ മെസ്സി ഫാൻസ് അതിനെങ്ങനെ ഇപ്പൊ നിങ്ങൾ വേൾഡ് കപ്പ് ഇപ്പൊ ക്വാളിഫൈ ചെയ്തു പോർച്ചുഗൽ. ഇതേ സാധനം മെസ്സി ഫാൻസിനോട് ചോദിക്കാട്ടോ. മെസ്സി വിരമിച്ച ആളല്ലേ, മെസ്സി പിന്നെ എന്തിനാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഒരു മെസ്സി ഫാനിന്റെ സ്റ്റേറ്റ്മെന്റ് ഒരു ക്രിസ്ത്യാനോ ഫാനിന്റെ സ്റ്റേറ്റ്മെന്റ്സും അല്ല. ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറഞ്ഞിട്ടുള്ള ലോകത്തിലെ പോപ്പുലർ ആയിട്ടുള്ള അത്ലറ്റിന്റെ ആയിരക്കണക്കിന് കോടിക്കണക്കിന് ആരാധക വൃന്ദങ്ങളുള്ള ഒരു അത്ലറ്റിന്റെ വീഡിയോ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. മെസ്സിയുടെ കുഞ്ഞുനാളിലെ വീഡിയോ ഉണ്ട്. ബാഴ്സലോണയിലൊക്കെ കളിക്കുന്നതിന് മുന്നേ ഇതിനു വേണ്ടിയിട്ട് കളിക്കുന്ന സമയത്ത് റൊസാരിയോയിലെ നമ്മളെ സാന്റഫേയിലുള്ള നമ്മളെ നെവൽ ഓൾഡ് ബോയ്സിന് വേണ്ടി കളിക്കുന്ന സമയത്ത് പുള്ളിക്കാരോട് ചോദിക്കണ്ടേ, ചെറിയ കുഞ്ഞാ എന്താണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം ചോദിക്കുമ്പോൾ അർജന്റീനക്ക് വേണ്ടി വേൾഡ് കപ്പ് എന്നാ. പിന്നീട് ബാഴ്സയിലേക്ക് വരുമ്പോഴും അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട് 16-ാമത്തെ വയസ്സിൽ അദ്ദേഹം അർജന്റീനക്ക് വേണ്ടി വേൾഡ് കപ്പ് അടിക്കണം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് 2006, 2007 ഒക്കെ കഴിഞ്ഞ് അതിനുശേഷം മെസ്സി ശരിക്കും മെസ്സിയായി അതിന്റെ ഒരു പ്രൈമിലൊക്കെ നിൽക്കുന്ന സമയത്ത് മെസ്സിനോട് ചോദിക്കുമ്പോഴും അർജന്റീനക്ക് വേണ്ടി വേൾഡ് കപ്പ് അടിക്കണം എന്നാ. 2014 വേൾഡ് കപ്പ് ഫൈനലിൽ തോറ്റ് തല താഴ്ത്തി ലോകകപ്പിലെ മികച്ച താരത്തിനുള്ള അവാർഡും വാങ്ങിയിട്ട് അയാൾ മടങ്ങുമ്പോൾ അതിനുശേഷം നടക്കുന്ന ഇന്റർവ്യൂകളിലും അയാളോട് ചോദിക്കുന്നുണ്ട് എന്താണ് ആ സ്വപ്നം, അർജന്റീനക്ക് വേണ്ടി വേൾഡ് കപ്പ് എന്നാ. അതിനുശേഷം 2 കോപ്പ അമേരിക്കയും തോറ്റിട്ട് അദ്ദേഹം കളിയിൽ നിന്ന് റിട്ടയർ ചെയ്ത് തിരിച്ചു വരുന്ന നേരം അയാളോട് ചോദിക്കുന്നത് അപ്പോഴും അയാൾ പറയുന്ന അർജന്റീനക്ക് വേണ്ടി വേൾഡ് കപ്പ് എന്നാ. 2018 തോറ്റു, അപ്പോഴും അദ്ദേഹം പറയുന്ന അർജന്റീനക്ക് വേണ്ടി വേൾഡ് കപ്പ്. 2022 വേൾഡ് കപ്പിൽ സൗദി അറേബ്യക്കെതിരെ ആദ്യത്തെ കളി തോറ്റു, നിങ്ങളൊക്കെ ട്രോളിയ കളി. ആ കളി തോറ്റപ്പോഴും അദ്ദേഹം പറഞ്ഞു നിങ്ങളെ ഞങ്ങൾ നിരാശപ്പെടുത്തൂല എന്നാ പറഞ്ഞത്. അപ്പോഴും അദ്ദേഹം പറഞ്ഞത് വേൾഡ് കപ്പ്. ഇപ്പോഴും ചോദിച്ചു അദ്ദേഹത്തിനോട്. ഇപ്പൊ PS മോർഗനായിട്ടുള്ള ഇന്റർവ്യൂവിന്റെ അതേ സമയത്ത് ഫാബ്രിസിയോ റൊമാനോയായിട്ട് മെസ്സിയുടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇന്റർവ്യൂവിൽ ലയണൽ മെസ്സിനോട് ഫാബ്രിസിയോ റൊമാനോ ചോദിക്കുന്നുണ്ട് ഇനി അടുത്തൊരു 9ാമത്തെ ബാലൻ ഡിയോർ ആണോ ഒരു വേൾഡ് കപ്പാണോ ആഗ്രഹം. അയാൾ പറയുന്നത് വേൾഡ് കപ്പ് എന്നാ. അല്ല നിങ്ങൾ മെന്റാലിറ്റിനെ കുറിച്ച് അതൊരു മെന്റാലിറ്റി ആട്ടോ. ഞാൻ വിചാരിക്കുന്നേ മെസ്സി ആ വേൾഡ് കപ്പ് തോറ്റ സമയത്ത് വിരമിച്ചില്ലേ, അപ്പോഴുള്ള മെന്റാലിറ്റിയിലായിരിക്കും റൊണാൾഡോ ഇപ്പൊ ഇരിക്കുന്നതെന്നാണ്. ഇനി എനിക്കൊരു വേൾഡ് കപ്പ് അടിക്കാറില്ല ഇത് ഇല്ല തോന്നുകൊണ്ടല്ല അന്ന് വിരമിച്ചത്. അല്ലല്ലോ, അതുകൊണ്ടല്ല മെസ്സിക്ക് ക്രിസ്ത്യാനോ ഒക്കെ ഒന്നും ദേശീയ ടീമിന് വേണ്ടി കളിക്കുന്ന സമയത്തൊന്നും വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടില്ല. അത് ക്രിസ്ത്യാനോനെ പറയുന്നുണ്ട് അർജന്റീനക്ക് ഒരു പാരമ്പര്യമുള്ള ടീമാണ് വേൾഡ് കപ്പ് ഒക്കെ അടിച്ചിട്ട്, അതുകൊണ്ട് അവരെ ഏറ്റവും കൂടുതൽ ആളുകൾ ജഡ്ജ് ചെയ്യപ്പെടും. ഇപ്പൊ മെസ്സിയെ കൂടുതൽ സ്ക്രൂട്ടനൈസ് ചെയ്യും, മെസ്സിയുടെ മിസ്റ്റേക്കുകൾ കൂടുതൽ ചർച്ചയാവും. ഇപ്പൊ മെസ്സി 6 കോപ്പ അമേരിക്കയിൽ പെനാൾട്ടി കിക്ക് പാഴാക്കിയതൊക്കെ കൂടുതൽ ചർച്ചയായത് അതുകൊണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോനെ അങ്ങനെ ഒരു വിചാരണയൊന്നും നടത്തുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ക്രിസ്ത്യാനോ റൊണാൾഡോ എത്രയോ വേൾഡ് കപ്പ് കളിച്ചു, 6ാമത്തെ വേൾഡ് കപ്പ് കളിക്കാൻ പോണേ. എന്തായിരുന്നു ക്രിസ്ത്യാനോന്റെ ഇൻഡിവിജ്വൽ ലെവലിലുള്ള ക്രിസ്ത്യാനോന്റെ അച്ചീവ്മെന്റ്സ് എന്തായിരുന്നു വേൾഡ് കപ്പിൽ? 8 ഗോള് 2 അസിസ്റ്റോ, ഒരു സെമി ഫൈനലിലേക്ക് എത്തിയതോ, അത്രേ ഉള്ളൂ. പക്ഷെ മെസ്സിനെ അന്ന് മുതലേ മെസ്സിനെ സ്ക്രൂട്ടിനൈസ് ഒരു കാലഘട്ടത്തിൽ ഇവരൊക്കെ മെസ്സിനെ ക്ലബ് ശശി എന്ന് വിളിച്ചിരുന്നില്ലേ? എന്തായിരുന്നു ഇതിന്റെ റീസൺ? മെസ്സി ദേശീയ ടീമിന് വേണ്ടി കളിക്കാത്തതുകൊണ്ടല്ല കേട്ടോ. ദേശീയ ടീമിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച താരം അന്നും മെസ്സി തന്നെയായിരുന്നു. ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച ബാറ്റ് ഷൂട്ടറിന്റെ റെക്കോർഡ് മറിയായിരുന്നു. ഏറ്റവും കൂടുതൽ അസിസ്റ്റ് ചെയ്തു. എത്ര ഫൈനലുകൾ മെസ്സി അർജന്റീനക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട്. 2014 വേൾഡ് കപ്പിന്റെ സ്ക്വാഡ് ഇന്നിപ്പോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുറെ റൊണാൾഡോ ഫാൻസ് ഉണ്ടാവും. 2010 ശേഷം കളിയാണാൻ തുടങ്ങി കുറെ അപ്പൊ 10 ശേഷം ജനിച്ച ആളുകൾ പോലും റൊണാൾഡോനെ കണ്ടിട്ടുണ്ട്. 2010 ശേഷം ജനിച്ച റൊണാൾഡോ ഫാൻസ് കണ്ടിട്ടുണ്ട്. 15 വയസ്സും 16 വയസ്സും പ്രായമുള്ള കുട്ടികളുണ്ടാവും ഇതിനകത്ത്. 2014 നിങ്ങൾ അർജന്റീനയുടെ സ്ക്വാഡ് എടുത്ത് നോക്കി. അതിൽ നിങ്ങൾക്ക് അറിയണ ഡിമറിയ ഫൈനൽ കളിച്ച ടീമൊക്കെ ആണെങ്കിൽ ഡിമറിയ ഇല്ല. എന്നിട്ട് ഈ മെസ്സി അല്ലാത്ത നിങ്ങൾക്ക് എത്ര ആളെ പരിചയം ഉണ്ടെന്ന് നോക്കാം നിങ്ങൾ. അങ്ങനെ ഒരു ടീമിനെ ഫൈനലിൽ എത്തിച്ച ആളാണ് മെസ്സി. 2015 വീണ്ടും കോപ്പ അമേരിക്ക, 16 വീണ്ടും കോപ്പ അമേരിക്ക. അതേ പടിപടി ഇപ്പൊ നമ്മൾ അദ്ദേഹത്തിന് ഇൻഡിവിജ്വൽ അച്ചീവ്മെന്റ്സും അദ്ദേഹത്തിന് ദേശീയ ടീമിന് വേണ്ടി കളിച്ച അച്ചീവ്മെന്റ്സും ഒന്നും നമ്മള് കാണാണ്ടാണ് ഈ പറയുന്നത്. ഒന്നും അംഗീകരിച്ചെന്നിരുന്നല്ലോ അന്ന്. പക്ഷെ അദ്ദേഹം ഇപ്പം വേൾഡ് കപ്പ് നേടി, കോപ്പ അമേരിക്ക ബാക്ക് ടു ബാക്ക് നേടി, ഫൈനലിസം നേടി, വേൾഡ് കപ്പിലെ ബെസ്റ്റ് പ്ലെയർ ആയി, വീണ്ടും കോപ്പ അമേരിക്കയിലെ ബെസ്റ്റ് പ്ലെയർ ആയി, ടോപ്പ് സ്കോററായി. എന്നിട്ടും അങ്ങക്ക് ആ ഒരു അഭിപ്രായമില്ലല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് മെസ്സി ക്ലബ് ശശിയാണെന്നുള്ള അഭിപ്രായമില്ലല്ലോ. പക്ഷെ ഞാൻ പറഞ്ഞു എന്താ വെച്ചാല് റൊണാൾഡോക്ക് അങ്ങനെയുള്ള ഒരു വിമർശനം ഒന്നും നേരിട്ടേണ്ടി വന്നിട്ടില്ല. റൊണാൾഡോ ഇന്റർനാഷണൽ ട്രോഫി ഇല്ലാതെ ഞങ്ങൾ ആരും ട്രോളിന്റെ ആവശ്യം വന്നില്ല. കാരണം മെസ്സി കിട്ടുന്നതിന് മുന്നേ റൊണാൾഡോക്ക് ഇന്റർനാഷണൽ ട്രോഫി കിട്ടി. ആ ഇന്റർനാഷണൽ ട്രോഫി കിട്ടി. മെസ്സിക്ക് ഒരു ഇന്റർനാഷണൽ ട്രോഫി കിട്ടുന്നത് വരെ ഒരു 5 വർഷം നിങ്ങൾ ട്രോളുകൾ എന്തൊക്കെയായിരുന്നു? നിങ്ങൾ ആ ഒരു കുറച്ചെങ്കിലും ഒരു മനസാക്ഷിയുള്ള റൊണാൾഡോ ഫാൻസിന്റെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി.
എന്തൊക്കെ ട്രോളുകൾ ഇന്റർനാഷണൽ ട്രോഫി ഇല്ലാത്തതിന് മെസ്സി ഒരു വേൾഡ് കപ്പ് വേണം, ഇന്റർനാഷണൽ ട്രോഫി ഇല്ലാത്തതിന് എന്തൊക്കെ ട്രോളുകൾ ചെയ്യുന്നു. എന്നിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഇന്റർനാഷണൽ ട്രോഫി പോരാ, ഇന്റർനാഷണൽ ട്രോഫി വാല്യൂ ഇല്ല, വേൾഡ് കപ്പ് 6-7 കളികൾ മാത്രം കളിക്കുന്ന ടൂർണമെന്റ് ഒക്കെ ആയത് എന്ന് മുതലാണ്? അണ്ണൻ ബാക്കി എന്താ പറയും നോക്കാം. അതൊക്കെ തന്നെ പറയാൻ പോണേ. Yes. I believe you are the greatest footballer to ever play the game. Thank you. You also know there's a raging PS മോർഗൻ പറയുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ് ഗ്രേറ്റസ്റ്റ് ഫുട്ബോളർ ഓഫ് ഓൾ ടൈം എന്നാണ്. അത് റൊണാൾഡോനെ ഇരുത്തി അദ്ദേഹത്തിന് മെസ്സി ആണെന്ന് പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടായിരിക്കാം. ഇനിയിപ്പോ അങ്ങനെ ഒരു അഭിപ്രായം ഇപ്പൊ PS മോർഗൻ പറഞ്ഞതുകൊണ്ട്, ഇപ്പൊ നേരത്തെ നമ്മൾ റൂണിന്റെ കാര്യം പറഞ്ഞു, ഇപ്പൊ PS മോർഗൻ പറഞ്ഞതുകൊണ്ട് PS മോർഗൻ ഫുട്ബോൾ പണ്ഡിറ്റല്ലേ പുള്ളിക്കാരൻ പറഞ്ഞില്ലേ എന്നും പറഞ്ഞിട്ട് ആരും വരണ്ട. അതിപ്പോ PS മോർഗൻ റൊണാൾഡോ എന്ന് പറയുന്ന കുറെ ആളുകളുണ്ടാവും, മെസ്സി എന്ന് പറയുന്ന കുറെ ആളുകളുണ്ടാവും. നമ്മളതൊന്നും അല്ല നോക്കേണ്ടത്. നമ്മൾ ഇപ്പൊ നമ്മുടെ മുന്നിലുള്ള ഫാക്ട്സ്, ഫിഗേഴ്സ്, അത് വെച്ചിട്ട് ബെസ്റ്റ് ആരാന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കിക്കോളി, നമുക്ക് debate, മനസ്സിലാവും. right? Whether Messi is, I say Messi's not even the best Argentinian. Maradona was better than ഓ him. How many ഓ World ഓ Cups ഓ have ഓ ഓ ഓ അതെന്താ അണ്ണ, See. അതെന്താ അങ്ങനെ പറഞ്ഞേ? നമ്മൾ കളി കണ്ടു നിന്നാ മതി. മറ്റേ ഇത് അയ്യപ്പനും കോശിയും സിനിമയില് പൃഥ്വിരാജിന്റെ കഥാപാത്രത്തിനോട് കുമാരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രൈവറിന്റെ കഥാപാത്രം പറയുന്ന ഡയലോഗ് ഉണ്ട്, നമ്മൾ ഇതിലില്ല, നമ്മൾ കളി കണ്ടു നിന്നാ മതി എന്നാണ് ഇത്രയും നേരം എന്നോട് പറഞ്ഞത്. റൊണാൾഡോന്റെ വീഡിയോ ഉണ്ട്, റൊണാൾഡോന്റെ വീഡിയോ നമുക്കൊന്ന് റിയാക്ട് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോക്കാം എന്താണ് പുള്ളിക്കാരൻ പറയണെന്നുള്ളതാണ്. ഇത് PS മോർഗനാണ്, റൊണാൾഡോ ഫാൻസിനോട് അല്ലെങ്കിൽ റൊണാൾഡോനോടല്ല, PS മോർഗനോടാണ് പറയുന്നത്. എന്ത് ബേസിലാണ് റൊണാൾഡോ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ആണെന്ന് പറഞ്ഞു? അത് PS മോർഗന്റെ ഒപ്പീനിയൻ സമ്മതിച്ചു. എന്ത് ബേസിലാണ് ലയണൽ മെസ്സി അർജന്റീനയുടെ പോലും മികച്ച താരല്ലാന്ന് എന്ത് ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ടാണ് PS മോർഗൻ പറയുന്നത്? അർജന്റീനയുടെ പോലും മികച്ച താരമല്ല മെസ്സി എന്ന് എന്ത് ക്രൈറ്റീരിയ വെച്ചിട്ടാ പറയുന്നത്? മെസ്സിന്റെക്കാൾ കൂടുതൽ എന്ത് സാധനമാണ് മർഡോണക്കുള്ളത്? അത് ചിലപ്പോ റൊണാൾഡോനെ ഹാപ്പി ആക്കാൻ വേണ്ടി പറയുന്നതായിരിക്കും. അങ്ങനെ ഒരു അത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് അങ്ങനെ കള്ളം പറയാൻ പറ്റില്ലല്ലോ. അല്ല, ഓരോരുത്തർക്ക് ഓരോ അങ്ങനെ ഒരു അഭിപ്രായം നിങ്ങൾക്ക് ഉണ്ടോ? റൊണാൾഡോ ഫാൻസിനുണ്ടോ? അർജന്റീനക്കിൽ തന്നെ മികച്ച താരമല്ല മെസ്സി എന്നുള്ളത് അങ്ങനെ അഭിപ്രായം ഉണ്ടോ? എന്തെങ്കിലും പറയുന്നത് ഒരു ഇന്റർവ്യൂ ആയിട്ട് ഇതൊക്കെ തന്നെ, ഇതുകൊണ്ടൊക്കെ കൂടെയാണ് അത് കോൺട്രവേഴ്സ്യൽ ആയത്. ഞാനിപ്പോ ഇത്രയും നേരം അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്തുകൊണ്ടത് കോൺട്രവേഴ്സി ആയി. ഇതൊക്കെ തന്നെ ഫ്രഞ്ച് ലീഗ് പോരാ, പോർച്ചുഗീസ് ലീഗ് മോശമാണ് സൗദി ലീഗിനെക്കാളും, സൗദി ലീഗ് പോർച്ചുഗീസ് ലീഗിനെക്കാളും ബെറ്റർ ആണ്, വേൾഡ് കപ്പിന്റെ സ്വപ്നമല്ല. See, he has lost his mind. This guy has really lost his mind. അദ്ദേഹം ബ്രസീലിനെ അർജന്റീനയൊക്കെ പറയേണ്ടത്, അതായത് അവർക്ക് ചരിത്രപരമായിട്ട് തന്നെ അവർക്ക് അത്ര ഇമ്പോർട്ടന്റ് ആണ് ഈ ടൂർണമെന്റുകളൊക്കെ. അവർക്ക് ആ ഒരു പാരമ്പര്യം ഉണ്ട്, അവർക്ക് ആ ചരിത്രം ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്. അതുകൊണ്ട് അവർ വേൾഡ് കപ്പ് അടിച്ചു കഴിഞ്ഞാൽ അതൊരു സർപ്രൈസ് അല്ല. പക്ഷെ പോർച്ചുഗൽ അടിച്ചു കഴിഞ്ഞാൽ അതൊരു സർപ്രൈസ് ആണെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. സി, വേൾഡ് കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ആരടിച്ചു കഴിഞ്ഞാലും അത് സർപ്രൈസ് തന്നെയാണ്. അത് ആരടിച്ചു കഴിഞ്ഞാലും. അതിപ്പോ അർജന്റീന 2 വേൾഡ് കപ്പ് അടിച്ചിരുന്നു. എന്നാണ് അവസാനമായിട്ട് അർജന്റീന വേൾഡ് കപ്പ് അടിച്ചത്? 1986 അർജന്റീന അവസാനമായിട്ടൊരു ഇന്റർനാഷണൽ ട്രോഫി അടിക്കണമെന്ന അർജന്റീന അവസാനമായിട്ടൊരു ഇന്റർനാഷണൽ ട്രോഫി 2021 മുന്നേ അടിക്കുന്നത് 1991-92 കൊണ്ടാണ്. അത്രയും ഒരു ദാരിദ്ര്യം വരൾച്ച കപ്പിലുണ്ടായിരുന്ന ഒരു രാജ്യമാണ് അർജന്റീന. ആ രാജ്യത്തിന് പല കുറി ഫൈനലിൽ എത്തിയിട്ടും ആ കപ്പിന്റെ അടുത്തെത്തി കപ്പിന് ചുണ്ടിനിടയിൽ കപ്പ് നഷ്ടപ്പെട്ടിട്ട് ആ ഫൈറ്റിംഗ് സ്പിരിറ്റ് കൊണ്ട് മാത്രം ഫൈറ്റ് ചെയ്തെടുത്താണ് പിന്നീട് ചെക്കന്മാര്. മെസ്സി മെസ്സിക്ക് മാത്രം അതിന്റെ ക്രെഡിറ്റ് ഒന്നും കൊടുക്കണില്ല. അർജന്റീന സ്കൊളോണി ഉൾപ്പെടെ, കോച്ച് ഉൾപ്പെടെ, അല്ലെങ്കിൽ ഐമർ ആണെന്നുണ്ടെങ്കിലും അതിന്റെ കോച്ചിങ് സ്റ്റാഫ് മൊത്തത്തിൽ, ക്ലോഡിയോ ടാപ്പിയോ ഉൾപ്പെടെയുള്ള ആളുകളുടെ ആ ഒരു കോൺട്രിബ്യൂഷൻ ആ വേൾഡ് കപ്പ് എടുത്തതിലും കോപ്പ അമേരിക്ക എടുത്തതിലും ഉണ്ട്. എല്ലാം മറന്നിറങ്ങിയോണ്ട് മാത്രമാണ് കിട്ടിയത്. മെസ്സിന്റെ കോൺട്രിബ്യൂഷൻ കുറച്ച് കൂടുതലാണെന്ന് മാത്രം. അങ്ങനെയാണ് നമ്മൾ അതിനെ കാണുന്നുള്ളൂ. അല്ലാതെ അർജന്റീന ഒരു പാരമ്പര്യമുള്ള ടീമാണ് എന്നുള്ളത് കൊണ്ട് അർജന്റീന അടിച്ചു കഴിഞ്ഞാൽ സർപ്രൈസ് അല്ലായിരിക്കും. എനിക്ക് മനസ്സിലാകുന്നില്ല. പോർച്ചുഗൽ അടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സർപ്രൈസ് തന്നെയാണ്, അതിന് നമുക്ക് സംശയമൊന്നുമില്ല. ഇതുപോലെ തന്നെയാണ് ബാക്കിയുള്ള ടീമുകളും. അല്ല, എന്താ പോർച്ചുഗൽ തീരെ ഫുട്ബോൾ പാരമ്പര്യം ഇല്ലാത്ത ടീമാ ആണോ? ഈ പോർച്ചുഗലിന് വേണ്ടി കളിച്ചിട്ട് ലോകകപ്പിലെ ഗോൾഡൻ ബോളോ എന്തുകൊണ്ടോ കിട്ടിയ ഒരു പ്ലെയർ പോർച്ചുഗലിനുണ്ട്? ഉണ്ടോ? റൊണാൾഡോക്ക് 5 വേൾഡ് കപ്പ് കളിച്ചിട്ട് ഒരു മറ്റേ ഇയാള് പറഞ്ഞ മാതിരി പിച്ചളപാത്രയിലും കിട്ടിക്കണോ ലോകകപ്പില്? ഇല്ല. ഇപ്പൊ ഈ റീസെന്റ് നടന്ന യൂറോ കപ്പിലല്ല ഇപ്പൊ ഒരു ഗോൾഡൻ ബൂട്ട് കിട്ടി ഇൻഡിവിജ്വൽ ലെവലിൽ, ഇന്റർനാഷണൽ ലെവലിൽ. പിന്നെ എന്താണ് പറഞ്ഞുകൊണ്ട് വരുന്നത്? നമുക്ക് കിട്ടാത്തത് ഒക്കെ മോശം, നമുക്ക് കിട്ടാത്തതൊക്കെ മോശം, ഓൽക്ക് കിട്ടണതൊക്കെ മോശം, നമുക്ക് കിട്ടുന്നതൊക്കെ സംഭവം അടിപൊളി.
അത് ഫുട്ബോളിൽ ആ ഒരു നിലപാടുമായിട്ട് പോയി കഴിഞ്ഞാണല്ലോ നിങ്ങള് ആ ഒരു അബ്സല്യൂട്ട് ഡിസ്ഗ്രേസ് ആണ് ഇത്തരം ഫാൻ ബേസുകൾ കേട്ടോ. ഞാൻ പറയുന്നത് അത് മെസ്സിയുടെ ഫാൻ ബേസ് ആണെങ്കിലും റൊണാൾഡോന്റെ ഫാൻ ബേസ് ആണെങ്കിലും അംഗീകരിക്കേണ്ടത് അംഗീകരിക്കാൻ പഠിക്കണം. അത് റൊണാൾഡോന്റെ ക്വാളിറ്റി ആണെങ്കിലും മെസ്സിയുടെ ക്വാളിറ്റി ആണെങ്കിലും രണ്ട് ഫാൻസിനോടും കൂടി Of course. You think it's fair? It's not fair. When you go to the World Cup, ഇതാണ് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. David, ലിസൺ, ഇല്ല റൊണാൾഡോ പറയുന്നത് എന്താ വെച്ചാൽ റൊണാൾഡോ ഒരു വേൾഡ് കപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഫുട്ബോളിലെ എലൈറ്റ് കോമ്പറ്റീഷൻ ആണ് വേൾഡ് കപ്പ്. 4 വർഷത്തിലൊരിക്കൽ. അതിപ്പം മെസ്സി പഠിച്ചതുകൊണ്ടാണ് മെസ്സി ഇപ്പം പറഞ്ഞത്. ഇതിനു മുമ്പ് മെസ്സി ഫാൻസ് പറഞ്ഞുകൊണ്ടിരുന്ന എന്താ ഈ ഒരു വേൾഡ് കപ്പ് മാത്രം മെസ്സി ഡിഫൈൻ ചെയ്യൂല എന്നല്ലേ. അതന്നെ റൊണാൾഡോയും പറയുന്നത്. ഇനിയിപ്പോ നമ്മൾ നേരത്തെ വെല്ലുവിളിച്ചല്ലോ. നമ്മൾ നേരത്തെ ഇപ്പൊ നിങ്ങളെ കുറെ ക്രിസ്ത്യാനോ ഫാൻസിനെ വെല്ലുവിളിച്ചു. അതായത് മെസ്സിയേക്കാൾ കേമൻ ക്രിസ്ത്യാനോ എന്ന് പ്രൂവ് ഞങ്ങളെ കൊണ്ട് പറ്റുമെന്ന് ഞാൻ ചോദിച്ചു. അതിക്ക് ഞാൻ നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് കൂടി തരാം. എക്സ്ക്ലൂഡ് വേൾഡ് കപ്പ് ഫ്രം ദാറ്റ്. എക്സ്ക്ലൂഡ് വേൾഡ് കപ്പ്. എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. വേൾഡ് കപ്പ് എടുത്തുകൊണ്ടാണ് മെസ്സി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. അത് ക്രിസ്ത്യാനോ പറയുന്നത് വേൾഡ് കപ്പ് ഇല്ലെങ്കിലും ക്രിസ്ത്യാനോ ആണ് മികച്ചത് എന്നാണ് പറയുന്നത്. അംഗീകരിച്ചു. അങ്ങനെ ക്രിസ്ത്യാനോക്ക് ഒരു വാദന അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് എന്ന് പറയാം. പക്ഷെ വേൾഡ് കപ്പിന് വെറും 6 or 7 കോമ്പറ്റീഷൻ എന്ന് മാത്രം എത്ര ഡിസ്റെസ്പെക്ട് ചെയ്തിട്ടാണ് ആള് പറഞ്ഞത്. ഡിസ്റെസ്പെക്ട് ചെയ്തതല്ല, അയാള് പറയുന്നത് ഇതുകൊണ്ട് ഇത് അടിച്ചതുകൊണ്ട് എനിക്ക് അയാൾക്ക് പേഴ്സണലായിട്ട് അതൊരു ചേഞ്ച് ആയിട്ട് അയാൾക്ക് തോന്നില്ല. അയാളെ പെർസ്പെക്ടീവ് പറഞ്ഞത് ആയിരിക്കാം. നമ്മളതിന് ജസ്റ്റ് 6 or 7 ഗെയിംസ് എന്ന് പറയേണ്ട ആവശ്യം എന്താ? പിന്നെ അയാൾ അങ്ങ് ആ കോമ്പറ്റീഷൻ 6 or 7 ഗെയിംസ്. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ വരുന്നതിന് മുന്നേ പോർച്ചുഗലിന് ട്രോഫീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വന്നപ്പം പോർച്ചുഗലിന് 3 ഇന്റർനാഷണൽ ട്രോഫി കിട്ടി. അതുകൊണ്ട് ഇപ്പൊ അർജന്റീനയും ബ്രസീലും ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് അവർക്ക് പാരമ്പര്യമുണ്ട്. അതുകൊണ്ട് പറഞ്ഞു വരുന്ന എന്താ, മെസ്സി വേൾഡ് കപ്പ് എടുത്തതും കോപ്പ അമേരിക്ക എടുത്തതും വലിയ സംഭവമല്ല. ഓർക്ക് ഓൾറെഡി ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് പക്ഷെ ഞാൻ എടുത്തത് 2-3 ഞങ്ങൾ വരുമ്പോ പൂജ്യമായിരുന്നു, ഒരു സംഭവമല്ല. ഇതേ ചോദ്യം ഞാൻ ഇപ്പൊ നിങ്ങൾ ചാമ്പ്യൻസ് ലീഗ് കിങ് എന്ന് പറയണ്ടല്ലോ. ഈ റൊണാൾഡോ റയൽ മാഡ്രിഡ് വരുമ്പോ റയൽ മാഡ്രിഡിന് എത്ര ചാമ്പ്യൻസ് ലീഗ് ഉണ്ട്? യുണൈറ്റഡിന് എത്ര ചാമ്പ്യൻസ് ലീഗ് ഉണ്ട്? യുണൈറ്റഡിൽ അടിക്കുമ്പോ ഇന്ന് മെസ്സി ബാഴ്സലോണയിൽ അരങ്ങേറ്റം കുറിച്ചുമ്പോ ബാഴ്സക്ക് എത്ര ചാമ്പ്യൻസ് ലീഗ് ഉണ്ട്? ഇപ്പൊ എത്ര ചാമ്പ്യൻസ് ലീഗ് ഉണ്ട്? എത്ര ലാ ലീഗ് ഉണ്ടായിരുന്നു? ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ ചർച്ച ചെയ്യണം. അല്ല ചെറിയ പിക്ക് ഇത് ചാമ്പ്യൻസ് ലീഗ് മാത്രം എടുക്കാം. നമുക്ക് അനുകൂലമായിട്ടുള്ള പോയിന്റുകൾ മാത്രം എടുത്തുകൊണ്ട് വരരുത്. നമ്മളൊരു കാര്യം സംസാരിക്കുമ്പോൾ ആസ് എ ഹോൾ അത് മെസ്സിയുടെ അച്ചീവ്മെന്റ്സ് നമ്മൾ അംഗീകരിക്കണം, റൊണാൾഡോന്റെ അച്ചീവ്മെന്റ്സ് അംഗീകരിക്കണം. റൊണാൾഡോ ചാമ്പ്യൻസ് ലീഗ് എനിക്ക് പറയല്ലോ, റൊണാൾഡോ ചാമ്പ്യൻസ് ലീഗ് റയൽ മാഡ്രിഡിനെ പോലുള്ള ടീമിൽ വന്നുകൊണ്ടാണ് റൊണാൾഡോക്ക് ചാമ്പ്യൻസ് ലീഗ് കിട്ടിയത്. അങ്ങനെ പറയാലോ. പക്ഷെ അങ്ങനെ പറയുന്നതിന് ഒരു കാര്യമില്ല. റൊണാൾഡോന്റെ 9 വർഷം നമ്മൾ അതിനകത്ത് കണ്ടതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും റൊണാൾഡോ അതിനടിച്ചിട്ട് നമ്മളത് അപ്രീഷിയേറ്റ് തന്നെ വേണം. അത് റയൽ മാഡ്രിഡ് ലോകത്തിലെ ഏറ്റവും മികച്ച ക്ലബ്. റൊണാൾഡോ ചലഞ്ച് നേടാൻ വേണ്ടി കണ്ടാണ്, അതായത് പുതിയ ചലഞ്ചുകൾ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ് പുതിയ ലീഗിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പോയത് എന്നാ പറയുന്നത്. റയൽ മാഡ്രിഡിലേക്ക് ലോകത്തിലെ ഏറ്റവും മികച്ച ക്ലബ്ബാണ് റയൽ മാഡ്രിഡ്. ആ റയൽ മാഡ്രിഡിൽ പോയി കണ്ട് കളിക്കുന്നത് ഒരു ചലഞ്ചാണോ? അവിടുന്ന് നേരെ പോകുന്നത് ഏത് ചലഞ്ചിക്കാ? 10 കൊല്ലം 8 കൊല്ലം കണ്ടിന്യൂസ് ആയിട്ട് ഇറ്റാലിയൻ സീരി അടിച്ചുകൊണ്ടിരുന്ന ജുവന്റസിക്കാ പോണേ. അതാണ് ചലഞ്ച്. ഇനിയിപ്പോ അത് കഴിഞ്ഞിട്ട് എങ്ങോട്ടാ പോണത്? കൺസിസ്റ്റന്റ് ആയിട്ട് സൗദി പ്രോ ലീഗ് കളിച്ചുകൊണ്ടിരുന്ന ടീമാണ് അൽ നാസർ. അൽ നാസറിന് ഇപ്പൊ റൊണാൾഡോ വന്നതിന് ശേഷം അതൊന്നും റൊണാൾഡോക്കെതിരെയുള്ള റൊണാൾഡോ കാരനാണ് അൽ നാസറിന് കപ്പിട്ടാത്തെന്നുള്ള അഭിപ്രായം ഒന്നും എനിക്കില്ല കേട്ടോ. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇങ്ങനത്തെ വാദങ്ങൾ പറഞ്ഞുകൊണ്ട് വരുമ്പോ നമുക്കത് പറയേണ്ടതായിട്ട് വരികയാണ്. സെയിം ആർഗ്യുമെന്റ്സ് തന്നെ റൊണാൾഡോ ഫാൻസും കൊണ്ടുവരുന്നത്. അവിടെ ഇത് പ്രശ്നം. ഈ റൊണാൾഡോന്റെ അതേ മെന്റാലിറ്റി അല്ലേ ഇപ്പൊ അദ്ദേഹത്തിന്റെ ഫാൻസിന് ഉണ്ടാവുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ട് ഫാൻസിന് പിന്നെ കുറ്റം വേണ്ട കാര്യമില്ല. പുള്ളിക്കാരൻ ഒരു ബോഡി ബിൽഡർ അല്ലല്ലോ. ഫിറ്റ്നസ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ള ക്വസ്റ്റ്യന് പുള്ളിക്കാരൻ പറഞ്ഞ കലോറീസ് ഒക്കെ ബേൺ ചെയ്യാൻ വേണ്ടിട്ട് ഫുട്ബോൾ ഉണ്ടല്ലോ, അതിനപ്പുറത്തേക്ക് പിന്നെ കലോറി ബേൺ ചെയ്യാൻ വേറെ എക്സസൈസും കാര്യങ്ങളും നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ആഴ്ചയിൽ 1-2 തവണ ജിമ്മില് വെയിറ്റ് റൈറ്റ് ബാലൻസ് ഉണ്ട് തോന്നുന്നു. കാരണം ക്രിസ്ത്യാനോ റൊണാൾഡോ, സോ ബാലൻസ് ഉണ്ടാവും, ഡയറ്റ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. സോ പുള്ളി പറയുന്നത് ഫുട്ബോൾ തന്നെയാണ് മെയിൻ ആയിട്ട്. പക്ഷെ 1-2-3 ദിവസമൊക്കെ വീക്കിലി ജിമ്മില് വെയിറ്റ് എടുക്കും എന്നുള്ള രീതിയിലാണ്. ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ അത് മതി, നല്ല ഉറക്കം, ഇതൊക്കെ പുള്ളിക്കാരൻ ചെയ്യുന്നുണ്ട്. ഫിറ്റ്നസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ തന്നെ ഫിറ്റ്നസിന്റെ കാര്യത്തിൽ നമ്മൾ റൊണാൾഡോന്റെ നമുക്ക് ആർക്കും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട ആവശ്യമില്ല. റൊണാൾഡോ എന്താണെന്നുള്ളതും റൊണാൾഡോന്റെ ഫിസിക്ക് എന്താണെന്നുള്ളതും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു കാര്യമില്ല. Which athletes in modern history do you look at? എന്താ പറഞ്ഞു? അല്ല, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം അല്ല. അപ്പൊ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ആണ് നമ്മൾ സംസാരിക്കുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോയെ കുറിച്ചാണ്. വൺ ഓഫ് ദ ഗോഡ് എന്ന് പറയാം.
One of the legendary players in the history of football. okay. I'll give you like ഒരു വീണ്ടും കമ്പാരിസണിലേക്കാണ് അല്ലല്ല കമ്പാരിസൺ ഒരു 5 പേരെടുത്ത അതില് എത്രാമത്തെ സ്ഥാനം ക്രിസ്ത്യാനോ ഫുട്ബോളില് ഗോട്ടിലെടുത്ത? സി അങ്ങനെ ഒരു ക്രൊണോളജിക്കൽ ഓർഡർ ഒന്നും പറയാൻ എനിക്ക് എന്നാലും അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ടോപ്പ് 5 എന്തായാലും റൊണാൾഡോ ഉണ്ടാവും. ടോപ്പ് 3 റിസ്ക്. ആരാണ് ആ ടോപ്പ് 3? ഫോർ മീ ടോപ്പ് 3 എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ഒപ്പീനിയൻസ് ഉണ്ടാവും. പക്ഷെ മെസ്സി, മറഡോണ, പെലെ തന്നെ ആയിരിക്കും ടോപ്പ് 3 വരും. ഓക്കെ. പക്ഷെ ടോപ്പ് 5 അതിൽ റൊണാൾഡോ തീർച്ചയായിട്ടും ഉണ്ടാവും. ടോപ്പ് 5 ഓക്കെ. ഇത് കാണുമ്പോൾ തീർച്ചയായിട്ടും റൊണാൾഡോ ഫാൻസ് ഇത് കാണുന്നുണ്ടാവും. അപ്പൊ അവർക്ക് തീർച്ചയായിട്ടും നല്ല ദേഷ്യം ഉണ്ടാവും എന്നോട്. സി ഐ എം എ ഡൈ ഹാർഡ് മെസ്സി ഫാൻ. സോ ഐ വിൽ സേ ദാറ്റ്. പിന്നെ കളി കാണാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. അതൊന്നും ഞാൻ ജസ്റ്റ് ഡ്രോ ചെയ്തെടുത്തിട്ടുള്ള ഒരു കൺക്ലൂഷൻ വെച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എതിരെ അഭിപ്രായങ്ങൾ ഉണ്ടാവും. ഐ ആം ജസ്റ്റ് സേയിങ് മൈ ഒപ്പീനിയൻ. ക്വസ്റ്റ്യൻ. ഇപ്പോ മറഡോണ, പെലെ, മെസ്സി, റൊണാൾഡോ ഈ ടോപ്പ് 5 എക്സ്ട്രാ ഒരാളും കൂടി ഉണ്ടല്ലോ, അത് ആരെപ്പെടുത്തു നീ? അങ്ങനെ നമുക്ക് ഒരു ടോപ്പ് 5 ഒന്നും ഈസിലി പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയൂല. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരാളെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം നമ്മൾ ഒരാളെ ചൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിനെ കുറിച്ച് റിസർച്ച് എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ ആ ഒരു ഒത്തന്റിക്കേറ്റഡ് ആയിട്ട് നമുക്ക് ഒരാളെ മുന്നിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അക്കോർഡിംഗ് ടു മീ, ഓൾ ടൈം ടോപ്പ് 5 എന്ന് പറയുമ്പോ ഓഫ് കോഴ്സ് മെസ്സി ഉണ്ടാവും, പെലെ ഉണ്ടാവും, മറഡോണ ഉണ്ടാവും, ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ടാവും. പിന്നെ ആ ഒരു കാറ്റഗറിയിലേക്ക് എനിക്ക് തോന്നുന്നത് ലൈക്ക് ഇപ്പം നമുക്ക് കുറെ പ്ലേയേഴ്സ് ഉണ്ട്. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ജോഹാൻ ക്രൈഫിനെ പറയാം, മിഷേൽ പ്ലാറ്റിനിയെ പറയാം, കൈസർ ബെക്കൻ ബോവറെ പറയാം, സിനദീൻ സിദാനെ പറയാം, ഇനിയസ്റ്റിനെയും സാവിയും പറയാം. ഈവൻ നമുക്ക് റീസെന്റ് നമുക്ക് ഇത്രയും കാലം നമ്മൾ നേരത്തെ പരാമർശിച്ച ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോ റൊണാൾഡോ നസാരിയോ, ഇനിയിപ്പോ 28-ാം വയസ്സിൽ കളി നിർത്തി പോയ വാൻ ബാസ്റ്റനെ വരെ നമുക്ക് ആ ഒരു ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ ഇറ്റ്സ് വെരി ഹാർഡ് ടു പിക്ക് 5. വെരി ഹാർഡ് ടു പിക്ക് 5. ബട്ട് ടോപ്പ് 3 ഞാൻ പറഞ്ഞു. ഇവൻ ഇനി ഇപ്പോ ഒരു പക്ഷേ റൊണാൾഡോന്റെ കരിയർ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് റൊണാൾഡോ ആ ഒരു ടോപ്പ് 3-ലൊക്കെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഈ മറഡോണനെയും പെലെനെയും ഒന്നും ചിലപ്പോ ഒരു പക്ഷേ അവര് ഈ ഫുട്ബോളിൽ എന്ത് അച്ചീവ്മെന്റ് ആണ് എടുത്തത് നമുക്ക് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് കൊണ്ട് സ്റ്റാറ്റ് പാഡ് ചെയ്താൽ കിട്ടുന്ന സംഭവങ്ങളല്ല. ഇപ്പൊ പെലെയുടെ നമ്മള് കൂടുതൽ ഗോളുകൾ എന്നുള്ളതോ അല്ലെങ്കിൽ 3 വേൾഡ് കപ്പ്, ഇപ്പൊ പെലെക്ക് അടിച്ച 3 വേൾഡ് കപ്പ് ഒരു പ്ലെയർ അടിക്കുക എന്ന് പറഞ്ഞാൽ അതൊന്നും ചെറിയ അച്ചീവ്മെന്റ് അല്ല. അന്നത്തെ കാലത്ത് ഇപ്പോ ക്ലബ് ഫുട്ബോളൊന്നും അത്ര ഒരു ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു, പ്രത്യേകിച്ചും ലാറ്റിൻ അമേരിക്കയിലൊന്നും വളരെ കുറവായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് 3 വേൾഡ് കപ്പ് അടിക്കുക എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. ഏത് കാലഘട്ടത്തിലും വേൾഡ് കപ്പ് 3 അടിക്കുക എന്ന് പറയുന്നത് ഒരു പ്ലെയറെ സംബന്ധിച്ചിടത്തോളം ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെന്റ് തന്നെ. അപ്പൊ അത് ടീം ട്രോഫിയാണ് എന്നൊക്കെ നമുക്ക് വാദിക്കാമെങ്കിലും ഇറ്റ്സ് എ ഹ്യൂജ് പാർട്ട് ഓഫ് ലൈക്ക് ആ സമയത്തില് ബ്രസീൽ അത്രക്കും ട്രോഫികൾ നേടാൻ കാരണം പെലെ മാത്രമാണ്? അല്ല, ബ്രസീലിൽ നല്ല ടീം ഉണ്ടായിരുന്നു. അത് 1970-കളിലും ബ്രസീലിൽ നല്ല ടീം ഉണ്ടായിരുന്നു. ഈ പെലെ കളിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ 1958 പെലെ 17 വയസ്സുകാരനായിട്ട് വേൾഡ് കപ്പിൽ കളിക്കാൻ വരുമ്പോൾ വലിയൊരു ട്രാജഡി നേരിട്ടിട്ട് സ്വന്തം ഹോം ഗ്രൗണ്ടിൽ 2.5 ലക്ഷം അൺഒഫീഷ്യലി കണക്ക് പ്രകാരം 2.5 ലക്ഷം കാണികളെ ആണ് അന്ന് മാരക്കാനയിൽ ഒത്തുകൂടിയത് വേൾഡ് കപ്പ് ഫൈനലിൽ 1950s. അന്ന് ഉറുഗ്വേക്കെതിരെ 2-1 പരാജയപ്പെട്ട് അവർക്ക് അത്രയും കാലം അത് നമ്മൾ അറിയാത്തൊരു സംഭവം കൂടെ ഉണ്ട് കേട്ടോ. നമുക്ക് ചിലപ്പോ ഒരു കൗതുകരമായിട്ട് തോന്നുന്ന സംഭവമാണ്. അന്ന് ബ്രസീലിന്റെ ജേഴ്സി ഇന്ന് കാണുന്ന മഞ്ഞയാണല്ലോ, മഞ്ഞപ്പട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം മനസ്സിലെത്തുന്നത് ബ്രസീൽ തന്നെയാണ്. പക്ഷെ ബ്രസീൽ 1950 വരെ അണിഞ്ഞിരുന്ന ജേഴ്സി മഞ്ഞല്ല എന്നുള്ളതാണ്. അത് വെള്ളയായിരുന്നു. ആ ജേഴ്സിയൊക്കെ കൂട്ടിയിട്ട് കത്തിച്ചു എന്നാണ് കണക്ക് അന്നത്തെ ചരിത്രകാരന്മാർ വിലയിരുത്തുന്നത്. 1950-കളിൽ അന്ന് ഉറുഗ്വേക്കെതിരെ ഗോൾ വില കാത്ത ബ്രസീലിന്റെ ഗോൾ വില കാത്ത ബാർബോസ എന്ന് പറഞ്ഞിട്ടുള്ള ഗോൾ കീപ്പറെ പിന്നീട് ആ ഒരൊറ്റ പേരിൽ തടവ് ശിക്ഷക്ക് വിധിച്ചു എന്നും 52 വർഷത്തോളം അദ്ദേഹത്തിന് തടവ് ശിക്ഷക്ക് വിധിച്ചു എന്നും അദ്ദേഹം ജയിലിലാണ് മരണപ്പെട്ടു എന്നുള്ളതും കഥകളുണ്ട്. അതിന്റെ ഒരു റൂട്ടോ ഒതന്റിസിറ്റി ഒന്നും ഞാൻ തേടി പോയിട്ടില്ല, അത് നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കിയാൽ കാണാൻ പറ്റും. പക്ഷെ അങ്ങനെയൊക്കെ പണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോ ബ്രസീലില് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും തീവ്രമാണ് ഫുട്ബോള്. ഇപ്പോ
അത് ലാറ്റിൻ അമേരിക്ക പൊതുവെ അങ്ങനെയാണ്, എല്ലാ കാലത്തിലും ഒരു വയലൻസ് ഉള്ളതാണ്. ഇത് ഇപ്പോ നമ്മൾ പൊളിറ്റിക്കലി നോക്കിക്കഴിഞ്ഞാലും ഫുട്ബോൾ ആണെങ്കിലും ഒക്കെ ഇപ്പൊ എസ്കോബാറിനെ വെടിവെച്ച് ഒന്നും മറ്റൊരു ലാറ്റിൻ അമേരിക്കൻ രാജ്യത്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ ദാറ്റ് ഈസ് ബ്രസീൽ, ദാറ്റ് വാസ് ബ്രസീൽ. അത് ബ്രസീൽ ഒരു ഏറെക്കുറെ ഒരു 2010 വരെയൊക്കെ ബ്രസീൽ വേൾഡ് പവർ ഹൗസസ് തന്നെയായിരുന്നു. അതിനുശേഷമാണ് ബ്രസീൽ പിന്നീട് കുറച്ച് ഗ്രാഫ് കീപ്പിട്ട് പോകാൻ തുടങ്ങിയത്. സോ ലെറ്റ്സ് വാച്ച് ആൻഡ് റിയാക്ട് അണ്ണൻസ് വീഡിയോ. അതാണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയിൽ ഇല്ല, ഇങ്ങനത്തെ ഡെഫ്ലക്ട് ചെയ്ത് ഡിവിയേഷൻ പോവാണ്. യുണൈറ്റഡിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വിങ്ങർ ആയിരുന്നു. അതിനുശേഷം റയൽ മാഡ്രിഡിലെത്തിയപ്പോ കംപ്ലീറ്റ് ഒരു സെന്റർ ഫോർവേഡ് അല്ലെങ്കിൽ ഗോൾ പോച്ചർ എന്നുള്ള ആ ഒരു ലെവലിലേക്ക് മാറി. അപ്പൊ അതിനെ കുറിച്ചുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷനെ കുറിച്ചാണ് പിയേഴ്സ് മോർഗൻ ചോദിക്കുന്നത്. സി, റൊണാൾഡോ ഫാൻസിന്റെ ഒരു ആർഗ്യുമെന്റ് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് യുണൈറ്റഡില് റൊണാൾഡോ ഫാൻസ് പറയുന്നത് യുണൈറ്റഡിൽ റൊണാൾഡോ മിഡ്ഫീൽഡർ ആയിട്ടായിരുന്നു കളിച്ചിരുന്നത്. ആ ലോജിക്ക് എനിക്ക് എത്ര ആലോചിച്ചും പിടികിട്ടുന്നില്ല. കാരണം ഒരു മിഡ്ഫീൽഡർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് സിദാന്, സാവി, ഇനിയസ്റ്റ, മോഡ്രിച്ച്, ടോണി ക്രൂസ്, ആന്ദ്രേ പിർലോ എന്നൊക്കെ പറയുന്ന പോലുള്ള ഒരു മിഡ്ഫീൽഡർ ആയിരുന്നു. അതോ നിങ്ങൾ തെറ്റിദ്ധരിച്ചാണോ? 4-4-2 അലക്സ് ഫെർഗൂസന്റെ ട്രഡീഷണൽ 4-4-2 ഫോർമേഷനിൽ 2 വൈഡ് വിങ്ങേഴ്സ്, ലെഫ്റ്റ് വിങ്ങറും, അതായത് റൈറ്റ് മിഡ്ഫീൽഡർ എന്ന് പറഞ്ഞിട്ട് ഒരു പൊസിഷനും ലെഫ്റ്റ് മിഡ്ഫീൽഡർ എന്ന് പറഞ്ഞിട്ട് LMF, RMF പറഞ്ഞിട്ട് പൊസിഷൻ ഉണ്ടാവും. അത് മോർ ഓർ ലെസ് നമ്മൾ 4-3-3 ഫോർമേഷനിൽ ഒരു വിങ്ങറെ ഡ്യൂട്ടി എന്താണോ അത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോ എനിക്ക് തോന്നുന്നില്ല അത് മിഡ്ഫീൽഡർ ആയിരുന്നു, അങ്ങനെ ഒരു മിഡ്ഫീൽഡർ ആണ് എന്നുള്ളത്. കാരണം സെയിം ഡ്യൂട്ടി റൊണാൾഡോ എനിക്ക് തോന്നുന്നത് പ്രീമിയർ ലീഗിൽ റെക്കോർഡ് ബ്രേക്കിംഗ് ഗോൾ സ്കോറിംഗ് നടത്തിയ ആ സീസൺ 2007-8 സീസൺ ആണെന്ന് തോന്നുന്നു. ആ സീസണിൽ പ്രീമിയർ ലീഗ് ബെസ്റ്റ് പ്ലെയർ ആയിട്ടുണ്ട് റൊണാൾഡോ. അപ്പൊ അന്ന് ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്ത ടോപ്പ് സ്കോറർ റൊണാൾഡോ ആയിരുന്നു അതേ സമയത്ത്. പക്ഷെ അതൊരു മിഡ്ഫീൽഡർ ആയതുകൊണ്ട് ചെയ്തല്ലോ. മിഡ്ഫീൽഡേഴ്സ് വേറെ ടീമിലുണ്ടായിരുന്നു. അത് ഒരു പ്രോപ്പർ മിഡ്ഫീൽഡർ അല്ല. അപ്പൊ നമ്മള് കാരണം ഒരു 4-4-2 ഫോർമേഷൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സെന്റർ ഫോർവേഡ്, ഒരു സെക്കൻഡ് സ്ട്രൈക്കർ വെച്ചിട്ടാണ് കളിക്കുക. 2 സ്ട്രൈക്കേഴ്സ് ഉണ്ടാവും, ക്ലിനിക്കൽ ആയിട്ടുള്ള 2 സ്ട്രൈക്കേഴ്സ്. പക്ഷെ പുള്ളിക്കാരന് ഒരു വിങ്ങർ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതന്നെ ഇതിനകത്ത് ചോദിക്കുന്നത്, ആ ഒരു വിങ്ങർ ആയിട്ട് പിന്നീട് സെന്റർ ഫോർവേഡ് ആയിട്ടുള്ള ഒരു മാറ്റം എന്താണെന്നുള്ളതാണ് ചോദിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ ഒരു വലിയ മാറ്റം റൊണാൾഡോക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. അല്ല, പുള്ളി കൂടുതൽ ഗോളുകൾ അടിക്കാൻ തുടങ്ങി, അത് തന്നെയാണ് മാറ്റം. റയൽ മാഡ്രിഡിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ കളിച്ച 9 കൊല്ലമാണ് ക്രിസ്ത്യാനോയുടെ പ്രൈം. ക്രിസ്ത്യാനോന്റെ പ്രൈം ഇവര് പറയുന്നത് പോലെ എല്ലാ ട്രോഫികളും കിട്ടി. യുണൈറ്റഡിൽ കളിച്ച സമയത്ത് ഒരുപാട് ട്രോഫികളും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്, ഇൻഡിവിജ്വൽ അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്, ഇതെല്ലാം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അത് പ്രൈം അല്ല. പക്ഷെ പീക്ക് ഓഫ് ദി പവേഴ്സിൽ റൊണാൾഡോനെ സംബന്ധിച്ചിടത്തോളം റൊണാൾഡോന്റെ എല്ലാ പൊട്ടൻഷ്യാലിറ്റിയും ശരിക്കും യൂസ് ചെയ്യാൻ പറ്റിയത് റയൽ മാഡ്രിഡിൽ വന്നതിന് ശേഷം 9 വർഷം തന്നെയാണ്. കൂടുതൽ ചാമ്പ്യൻസ് ലീഗുകളും, കൂടുതൽ ബാലൻഡിയോറും, കൂടുതൽ ഗോൾഡൻ ബൂട്ടും, കൂടുതൽ ഇൻഡിവിജ്വൽ അച്ചീവ്മെന്റ്സും എല്ലാം കിട്ടുന്ന റയൽ മാഡ്രിഡിൽ കളിക്കുമ്പോൾ തന്നെയാണ്. സോ ഐ ഡോണ്ട് ബൈ ദാറ്റ് റൊണാൾഡോസ് പ്രൈം വാസ് ഇൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ഇറ്റ് വിൽ നോട്ട് സെൽ ഹിയർ. സോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പ്രൈം റൊണാൾഡോ ഇവിടുന്ന് ഇറങ്ങിയ ശേഷം ഡിക്ലൈൻ ആണോ അതോ അല്ല റൊണാൾഡോ ഇറങ്ങിയത് കൊണ്ടാണോ ആ ഡിക്ലൈൻ? അല്ല, ഒരിക്കലും അല്ല. കാരണം 2013 യുണൈറ്റഡ് വീണ്ടും ഫൈനലിൽ വന്നിട്ടുണ്ട്. അത് അലക്സ് ഫെർഗൂസന്റെ ഡിപ്പാർച്ചറാണ്. അത് ഏത് യുണൈറ്റഡ് ഫാനോട് ചോദിച്ചു കഴിഞ്ഞാലും ഇവിടെ യുണൈറ്റഡ് ഫാൻ ഇരിക്കുന്നുണ്ട്, നമ്മളെ അറഫാൻ, ഓരോ യുണൈറ്റഡ് ഫാനാണ്. അപ്പൊ ഞങ്ങൾ നിരന്തരമായിട്ട് സംസാരിക്കുന്നതാണ് ഈ വിഷയങ്ങളെ കുറിച്ചൊക്കെ. അപ്പൊ സ്വാഭാവികമായിട്ടും യുണൈറ്റഡിന്റെ ആ ഒരു പ്രതാപകാലം നഷ്ടപ്പെട്ട് 2013 ശേഷം അലക്സ് ഫെർഗൂസൻ റൊണാൾഡോ ഫാൻസിന് അങ്ങനെ ഒരു ക്ലെയിം ഉണ്ടാവാൻ സാധ്യതയില്ല. 2008 ശേഷം 2009 ആ ഒരു ടൈമിലാണ്, 2009 എനിക്ക് തോന്നുന്നു അവര് അതിനു മുന്നേ 2006-13 ആ ഒരു ടൈമിൽ അതിന് മുന്നേ ബാഴ്സലോണയുമായിട്ട് തന്നെയാണ് അവര് ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ അടിക്കുന്നത്. മെസ്സി ആ ഒരു ഹെഡറിൽ ഗോൾ അടിക്കുന്നത്. അതിനുശേഷം റൊണാൾഡോ റയൽ മാഡ്രിഡിലേക്ക് പോകുന്നു. പിന്നെ യുണൈറ്റഡ് വീണ്ടും ഫൈനൽ അടിച്ചിട്ടുണ്ട്, അതും നിർഭാഗ്യവശാൽ ബാഴ്സലോണയോട് കളിച്ചുകൊണ്ട് തോറ്റു. സോ സോറി ഫോർ യുണൈറ്റഡ് ഫാൻസ്. പക്ഷെ നിങ്ങൾ കളിച്ച ടീം വേറെ ആയി പോയി, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ഷോക്കേസിൽ 2 ചാമ്പ്യൻസ് ലീഗ് കൂടെ ഇരുന്നേനെ. അപ്പൊ ഈ വാദങ്ങളൊന്നും നിലനിന്നില്ല. സോ ലീവ് ഇറ്റ്, ലെറ്റ്സ് റിയാക്ട് അണ്ണൻസ് ഇന്റർവ്യൂ. പുള്ളി ഇനി വളർന്നു വരുന്ന ഇപ്പോ അപ്കമിങ് ആയിട്ടുള്ള ജനറേഷനിൽ ഇരിക്കുന്ന പ്ലേയേഴ്സിനും അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന പ്ലേയേഴ്സിനും, ഒരു ഫുട്ബോൾ പ്രൊഫഷണൽ ലെവലിൽ കളിക്കാൻ പോകുന്ന പ്ലേയേഴ്സിനും ഒക്കെ ഉള്ള ഒരു മോട്ടിവേഷൻ എന്നുള്ള ആൾക്കാണ് പുള്ളി പറയുന്നത്. അതായത് ഒട്ടുമിക്ക ഫുട്ബോളേഴ്സും ഒരു 30 വയസ്സ് കഴിഞ്ഞാൽ പൊതുവെ
അവര് ഏകദേശം കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ പിന്നെ സ്ലോ ഡൗൺ ചെയ്യും. Slow down. വലിയ ഇമ്പ്രൂവ്മെന്റ്സ് ഒന്നും ചെയ്യാൻ വേണ്ടി മെനക്കെടില്ല. അതായത് ചില ഏരിയാസ് ഉണ്ടാവും, ഗ്രേ ഏരിയാസ്. അപ്പൊ അതൊന്നും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കൂല. കാരണം 30 വയസ്സ് കഴിഞ്ഞാൽ ഏകദേശം കരിയർ തീർന്നു എന്നുള്ള ഒരവസ്ഥയിൽ ആണ് ബഹുഭൂരിപക്ഷം ഫുട്ബോളേഴ്സും നിൽക്കുന്നത്. പക്ഷെ റൊണാൾഡോ പറയുന്നത് ഞാൻ അതിൽ നിന്ന് ഡിഫറെന്റ് ആണ്. കാരണം ഞാൻ 30 വയസ്സിന് ശേഷമാണ് ഓൾമോസ്റ്റ് 30 വയസ്സ് വരെ അടിച്ചതിൽ കൂടുതൽ ഗോളുകൾ 30 വയസ്സിന് ശേഷം ഞാൻ അടിച്ചിട്ടുണ്ട് എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അത് സത്യം തന്നെയാണ്. അത് അയാളുടെ പ്രൈം ശരിക്കും 30 പ്രൈം അല്ല, ആ സമയമായിരിക്കും. നമ്മൾ പ്രൈം എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾ ടുഗദർ അദ്ദേഹം കളിച്ചുകൊണ്ടിരുന്ന കരിയർ ആസ് എ ഹോൾ, അതായത് ആ ഒരു പ്രത്യേക ടൈം പീരിയഡിൽ എന്തൊക്കെ അച്ചീവ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്, എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്ലേയിങ് സ്റ്റൈല്, അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അത് ഒരാളെ പ്രൈം പറയുന്നത്. മനസ്സിലായോ? അപ്പോ റൊണാൾഡോനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ആഫ്റ്റർ 30s എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റൊണാൾഡോയുടെ പ്രൈം അല്ല. റൊണാൾഡോ 25 കൂടി ആയിരിക്കും. റൊണാൾഡോ കൂടുതൽ ഗോളുകൾ അടിച്ചിട്ടുണ്ടാവും. 30-ന് ശേഷം ഇപ്പൊ അദ്ദേഹം പറഞ്ഞ പോലെ കൂടുതൽ ഗോളുകൾ അടിച്ചിട്ടുണ്ടാവും. അല്ലാതെ ആഫ്റ്റർ 30s എന്തായിരുന്നു റൊണാൾഡോന്റെ അച്ചീവ്മെന്റ്സ്? റയൽ മാഡ്രിഡിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാമ്പ്യൻസ് ലീഗ് ഉണ്ടായിരിക്കാം. ചിലപ്പോൾ ഒരുപക്ഷെ റൊണാൾഡോ പോർച്ചുഗൽ 2016 യൂറോ അടിക്കുമ്പോൾ റൊണാൾഡോ 39. അപ്പോൾ 2016 ഓൾമോസ്റ്റ് 30 അല്ലേ വരുള്ളൂ. അപ്പോ 30 വോട്ട് എവർ. ഞാൻ പറയുന്നത് റൊണാൾഡോന്റെ ആ ഒരു ഓൾമോസ്റ്റ് എല്ലാ അച്ചീവ്മെന്റുകളും വന്നത് അതിന്റെ മുന്നേ തന്നെയാണ്, 30 വയസ്സിന്റെ മുന്നേ തന്നെയാണ്. പക്ഷെ എന്നാലും പുള്ളിക്കാരൻ പറയുന്നത് ഇപ്പൊ 30 വയസ്സിന് ശേഷം അദ്ദേഹത്തിന് ഏകദേശം അദ്ദേഹം പറയുന്നതാണ് ഏകദേശം ഇൻഡിവിജ്വൽ പെർഫോമൻസ് നോക്കുമ്പോൾ അയാളെ പെർസ്പെക്ടീവിൽ കൂടുതൽ ഗോളുകൾ അടിച്ചിട്ടുണ്ട്, എല്ലാം ഓക്കെയാണ്. അപ്പൊ അത് മതി. നമ്മൾ ഇവിടെ ഇരുന്ന് വിലയിരുത്തുന്ന പോലെയല്ല, അദ്ദേഹം പറഞ്ഞ കാര്യമാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് അദ്ദേഹത്തിന് ഇപ്പൊ നമ്മള് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 30-ന് ശേഷം ഇത്ര അടിച്ചു ഇത്രയാണ് അങ്ങനെ അതിനെ വിമർശിക്കാൻ വേണ്ടി പറയുന്നതല്ല. പക്ഷെ 30 വയസ്സിന് ശേഷം അദ്ദേഹം തളർന്നിട്ടില്ല. പിന്നെയും കളിച്ചു 2 വേൾഡ് കപ്പ്. ആലോചിക്കണം, 2-3 വേൾഡ് കപ്പിൽ 30 വയസ്സിന് ശേഷം കളിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2014 പുള്ളിക്കാരന്റെ പ്രായത്തിലായിരിക്കാം. ഇല്ലല്ല, 2 വേൾഡ് കപ്പ് എന്തായാലും 18-ഉം 22-ഉം ഇനി അടുത്ത കളിക്കാൻ പോണു 26-ഉം. 3 വേൾഡ് കപ്പ് അദ്ദേഹം 30 വയസ്സിന് ശേഷം കളിക്കും. അപ്പോ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ആ ഒരു ഫിറ്റ്നസ് ലെവലും അദ്ദേഹത്തിന്റെ ആ ഒരു മെന്റാലിറ്റിയും തന്നെയാണ്. പുള്ളിക്കാരൻ പറയുന്നത് വെറുതെ ചുമ്മാ തള്ളണമൊന്നുമല്ല, സത്യം തന്നെ. ഇത്തരം കാര്യങ്ങൾ പിന്നെ നമ്മൾ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. Speak about football, they don't know nothing. So there is this one financial trap that keeps us poor. Home loan. Let me explain. Let's say you take a 1 crore home loan for 25. He still said Messi better. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കൂടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ കളിച്ചിരുന്ന അദ്ദേഹത്തിന്റെ ടീംമേറ്റ് വെയിൻ റൂണി, ഒരുപക്ഷെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ദ ഗ്രേറ്റസ്റ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്ലെയർ ഓഫ് ഓൾ ടൈം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പ്ലെയർ ആണ്. റൊണാൾഡോ ഫാൻസിന് ചിലപ്പോൾ എതിരഭിപ്രായം ഉണ്ടാകുന്നത് റൊണാൾഡോ ആണെന്നൊക്കെ നിങ്ങൾ തർക്കിക്കുന്നുണ്ടാവും. പക്ഷെ ഒരു ട്രൂ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാനാണ് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ they will not name റൊണാൾഡോ. ആരാണ്? ഇവൻ റോയ് കീൻ, സ്കോൾസ്, വെയിൻ റൂണി ആ ലിസ്റ്റിൽ വരില്ലേ? തീർച്ചയായിട്ടും വെയിൻ റൂണി ആ ലിസ്റ്റിൽ വരും. സോ അങ്ങനെ ആ വെയിൻ റൂണി ക്രിസ്ത്യാനോയുടെ കൂടെ ഏകദേശം ഒരു 6 വർഷം 7 വർഷത്തിൽ കൂടുതൽ കളിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവര് തമ്മിൽ ഒരു ഈഗോ ക്ലാഷ് ഉണ്ട്. ഈഗോ ക്ലാഷിന് അതിന്റേതായിട്ടുള്ള സെർട്ടൻ റീസൺ ഉണ്ടാവും. അതിപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് 2006 മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പ്ലേയേഴ്സ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വേൾഡ് കപ്പിൽ ജർമ്മനി വേൾഡ് കപ്പിൽ ഇംഗ്ലണ്ടും പോർച്ചുഗലും ക്വാർട്ടർ ഫൈനൽ വന്ന സമയത്ത് ക്രിസ്ത്യാനോ റോണിയെ പ്രൊവോക്ക് ചെയ്യുന്നു, റോണി റിയാക്ട് ചെയ്യുന്നു, റോണിക്ക് റെഡ് കാർഡ് എത്തുന്നു. അങ്ങനെ നാടകീയമായിട്ടുള്ള ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പൊ അവര് തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം റൂണി മെസ്സിയെ മികച്ചത് എന്ന് പറഞ്ഞതും ആവാം. ഞാന് വെയിൻ റൂണി പറഞ്ഞത് കൊണ്ടാണ് മെസ്സി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് വാദിക്കുന്നില്ല കേട്ടോ. വെയിൻ റൂണിക്ക് പറയാം വെയിൻ റൂണിയുടെ ഒപ്പീനിയൻ, പെപ് ഗാർഡിയോളക്ക് പറയാം ഗാർഡിയോളന്റെ ഒപ്പീനിയൻ, ഫെർഗൂസൻ സിദാനും അവരുടെ ഒപ്പീനിയൻ പറയാം. അതുകൊണ്ടൊന്നും ഒരാളും മഹാനാവുന്നില്ല, ഒരാളും മോശക്കാരനാവുന്നില്ല. ഇപ്പൊ ക്രിസ്ത്യാനോ റൊണാൾഡോ മികച്ചതല്ല, മെസ്സിയാണ് റൊണാൾഡോനെക്കാളും മികച്ചതെന്ന് റൂണി പറഞ്ഞത് അത് അദ്ദേഹത്തിന്റെ ഒപ്പീനിയനാണ്, ഞാനത് മാനിക്കുന്നു. പക്ഷെ അതിന് റൊണാൾഡോ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. നമ്മൾ അത് സംസാരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ അപ്പീൽ ടു അതോറിറ്റി എന്നുള്ള സംഭവം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരാൾ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഒരാൾ മികച്ചതാവുന്നു എന്നുള്ളൊരു വാദം, ആ നരേഷൻ പൊതുവെ ഞാൻ കേൾക്കാറുണ്ട്. അങ്ങനെ ഒരിക്കലും നമ്മൾ പരിഗണിക്കാൻ പാടില്ല. എന്നാലും ഞാൻ നിങ്ങളൊരു കണക്കിലേക്ക് വരാണ്.
ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കൂടെ കളിച്ച പ്ലേയേഴ്സും മെസ്സിയുടെ കൂടെ കളിച്ച പ്ലേയേഴ്സും ഫുട്ബോൾ ആസ് എ ഹോൾ, ഫുട്ബോളിലെ പ്ലേയേഴ്സ്, ഫോമർ പ്ലേയേഴ്സ്, കറന്റ് പ്ലേയേഴ്സ്, കോച്ചസ്, മാനേജേഴ്സ് ഉൾപ്പെടെയുള്ള ഫുട്ബോൾ പണ്ഡിറ്റ്സ്, ഇവരൊക്കെ ഓരോ പല ആളുകളോടും പല സമയത്തായി ഈ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിനെ കുറിച്ചും മെസ്സിയാണോ റൊണാൾഡോ ബെറ്റർ എന്നുള്ളതിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. പല കളിക്കാരോട് പല ഘട്ടങ്ങളിൽ നിങ്ങൾ ഇന്റർവ്യൂകളും വീഡിയോസും കാണുന്നുണ്ടാവും. അതിന്റെ മൊത്തത്തിൽ നമ്മളൊരു ഡാറ്റ ആയിട്ട് നമ്മളത് എടുക്കുകയാണെങ്കിൽ വളരെ ചുരുക്കം പ്ലേയേഴ്സ് മാത്രമാണ് റൊണാൾഡോ ആണ് മെസ്സിനേക്കാളും മികച്ചത് പറഞ്ഞിട്ടുള്ളൂ. വളരെ ചുരുക്കം, അത് 20 or 25 പ്ലേയേഴ്സ് ഒക്കെ ഉണ്ടാവുള്ളൂ, കൗണ്ട് ചെയ്യാൻ പറ്റും നമുക്ക്. പക്ഷെ മെസ്സി ആണെന്ന് പറഞ്ഞത് 100-ൽ കൂടുതൽ ആളുകൾ, പ്ലേയേഴ്സ്, ഫോമർ പ്ലേയേഴ്സ്, മാനേജേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളെ മുന്നിലുള്ള തെളിവാണ്. പക്ഷെ ഇതിന്ന് ഇപ്പൊ ഇത്രയും ഒപ്പീനിയൻ പറഞ്ഞ ആളുകളിൽ നിന്ന് മെസ്സിയുടെ കൂടെ കളിച്ചതോ അല്ലെങ്കിൽ മെസ്സിയെ മാനേജ് ചെയ്തിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ക്രിസ്ത്യാനോന്റെ കൂടെ കളിച്ചതോ ക്രിസ്ത്യാനോനെ മാനേജ് ചെയ്തിട്ടുള്ളതോ ആയിട്ടുള്ള ഒരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളെ നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ എത്ര ആളുകൾ മെസ്സി ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ, എത്ര ആളുകൾ റൊണാൾഡോ ആണെന്ന് പറഞ്ഞിട്ടുള്ള കണക്കെടുത്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 70-75 കൂടുതൽ ആളുകൾ മെസ്സി ആണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ കേവലം 10-ൽ താഴെ ആളുകൾ മാത്രമേ റൊണാൾഡോനെ ബെറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതായത് ഇപ്പൊ അർജന്റീനയുടെ പ്ലേയേഴ്സ് ഓഫ് കോഴ്സ് മെസ്സി ആണെന്നേ പറയുള്ളൂ, പോർച്ചുഗലിന്റെ പ്ലേയേഴ്സ് ഓഫ് കോഴ്സ് റൊണാൾഡോ ആണെന്ന് പറയുള്ളൂ, യുണൈറ്റഡിലും റയലിലും ജുവന്റസിലും ക്രിസ്ത്യാനോയോട് കൂടെ കളിച്ച പ്ലേയേഴ്സ് ഓഫ് കോഴ്സ് റൊണാൾഡോ ആണെന്ന് പറയുള്ളൂ, ബാഴ്സയിൽ മെസ്സിന്റെ ടീംമേറ്റ് മെസ്സി ആണെന്നേ പറയുള്ളൂ. ഇവരൊക്കെ മാറ്റി നിർത്തിയിട്ടുള്ള ഡാറ്റ ഞാൻ പറഞ്ഞോ. ജെറാർഡ് പിക്കെ പറയുന്നത് നിങ്ങൾ കൺസിഡർ ചെയ്യണ്ട, പക്ഷെ വെയിൻറൂണി പറയുന്നപ്പോ കൺസിഡർ ചെയ്യണം. വെയിൻറൂണി മെസ്സിയുടെ കൂടെ കളിച്ച ആളല്ല. ഈഗോ ക്ലാസ് ഒരാളല്ലേ? അതിപ്പോ എല്ലാവർക്കും ബയാസ്ഡ് ആയിട്ട് പല ഇതുണ്ടാവും. പക്ഷെ അദ്ദേഹം, ഞാൻ പറയുന്നത് ഇതൊന്നും കൺസിഡർ ചെയ്യരുതെന്ന് പറയുന്ന ആളെയാണ് ഞാൻ പറയുന്നത്. ഇതൊരു വാലിഡ് ആയിട്ടുള്ള ആർഗ്യുമെന്റ് അല്ല. പക്ഷെ അങ്ങനെ പറഞ്ഞു വരുമ്പോ അത് ഒരു ഡാറ്റ നമ്മളെ മുന്നിലുണ്ട്. ഇപ്പം പല ആളുകളും അത് സിദാൻ പറഞ്ഞു, വിവം പറഞ്ഞു, ഡെക്കോ പറഞ്ഞു. ഇപ്പൊ ഡെക്കോ ക്രിസ്ത്യാനോന്റെ മെസ്സിന്റെയും കൂടെ കളിച്ച പ്ലെയർ ആണ്. ഡിമരിയ ക്രിസ്ത്യാനോന്റെ മെസ്സിന്റെ കൂടെ കളിച്ച പ്ലെയർ ആണ്. ജെറാർഡ് പിക്കെയും അതുപോലെ തന്നെയാണ്. ഒറ്റ പാരാമീറ്റർ വെച്ചിട്ട് പിന്നെ അളക്കാനാണെങ്കിൽ ഏത് പാരാമീറ്റർ, ഒരു പാരാമീറ്റർ വെച്ചിട്ട് നമ്മൾ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം അളക്കാൻ പറ്റില്ല. മൾട്ടിപ്പിൾ ഡയമെൻഷനിലെ പാരാമീറ്റേഴ്സ് വെച്ചിട്ട് നമ്പർ ഓഫ് ഗോൾസ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദാറ്റ്, നമ്പർ ഓഫ് അസിസ്റ്റ് ഒരു പാർട്ടാണ്, നമ്പർ ഓഫ് ട്രോഫീസ് അതായത് ടീം ട്രോഫീസ്, കളക്റ്റീവ് ടീം ട്രോഫീസ്, ഇൻഡിവിജ്വൽ ട്രോഫീസ് അതിന്റെ ഭാഗമാണ്. മാൻ ഓഫ് ദ മാച്ചസ് you have to consider, shot conversion you have to consider, shot accuracy you have to consider, goal per ratio game, goal contribution, കൊറേ സംഭവങ്ങൾ കൺസിഡർ ചെയ്യണ്ടേ. ഒരു 10 ഇതിലിപ്പോ ഒരു 10 പാരാമീറ്റർ എടുത്തു, 10 പാരാമീറ്റർ എടുത്ത് അതില് ഒരു 7 മെസ്സി മുമ്പിൽ നിൽക്കും. അങ്ങനെ പാരാമീറ്റേഴ്സ് അങ്ങനെയല്ല. അങ്ങനെ പാരാമീറ്റേഴ്സ് നമ്മൾ കൊണ്ടുവരുന്ന പാരാമീറ്റേഴ്സ് അല്ല ഒരു ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇപ്പൊ ഈ പറഞ്ഞ കാര്യത്തിലുണ്ടല്ലോ, ഇപ്പൊ റൊണാൾഡോ ഫാൻസ് പറഞ്ഞുകൊണ്ട് വരിക. ഇപ്പൊ ഞാൻ ഇതൊക്കെ ഒരു നട്ട്ഷെല്ല പറഞ്ഞത്. അതായത് ഇപ്പൊ നമ്മൾ ഒരു ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിബേറ്റ് അല്ലെങ്കിൽ ആ ഒരു ചർച്ച ആര് തന്നെ നടത്തിയാലും, അതിപ്പോ ക്രിസ്ത്യാനോ മെസ്സിയെ ആണോ മികച്ചത് എന്നുള്ളത് നടത്തണോ, അല്ലെങ്കിൽ മെസ്സിയും പെലെനെ കുറിച്ചോ അല്ലെങ്കിൽ മെസ്സിയും മറഡോണിനെ കുറിച്ചോ, ക്രിസ്ത്യാനോ മെസ്സി കമ്പാരിസൺ നടത്താൻ വളരെ ഈസിയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ടും ഒരേ കാലഘട്ടത്തിൽ ഓൾമോസ്റ്റ് കരിയർ ഒരുമിച്ച് കളിച്ച ആളുകളാണ്. അതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് അത് ഡീബങ്ക് ചെയ്യാൻ പറ്റും. അതത്ര ഹാർഡ് ടാസ്ക് ഒന്നുമല്ല. പക്ഷെ നമ്മൾ മറഡോണയായിട്ട് പെലെയായിട്ടും ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ ആ കാലഘട്ടത്തിന്റെ ആനുകൂല്യം കൊടുക്കേണ്ടി വരും, അന്നത്തെ പരിമിതികളെ കുറിച്ച് സംസാരിക്കേണ്ടി വരും, അതൊക്കെ വേണ്ടി വരും. പക്ഷെ നമ്മൾ ക്രിസ്ത്യാനോ ആണോ മെസ്സി ആണോ ഏറ്റവും മികച്ച താരം എന്നുള്ളത് നമുക്ക് ഒരിക്കലും ഡിബേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയല്ല. അത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഡിബങ്ക് ചെയ്യാനും അവരെ ആർഗ്യുമെന്റ് ഒക്കെ ഡിബങ്ക് ചെയ്യാനും പ്രൂവ് ചെയ്യാനും പറ്റും. ഇപ്പൊ നമ്മളിപ്പോ അതിൽ തന്നെ ഇപ്പൊ നമ്മള് മെസ്സി ലാ ലീഗയിലാണ് കരിയർ തുടക്കം മുതൽ കളിച്ചത്, ക്രിസ്ത്യാനോ പ്രീമിയർ ലീഗിൽ കളിച്ചതാണ്, അതുകൊണ്ട് ഗോൾ അടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു, ഇറ്റാലിയൻ ലീഗിൽ കുറച്ച് ടഫാണ്, ഇങ്ങനെയൊക്കെയാണ് ന്യായങ്ങൾ കൊണ്ടുവരുന്നത്. അവര് അതായിട്ടുള്ള വാദങ്ങൾ ഷൂട്ട് ചെയ്യാ ചെയ്യുന്നത്. അതിൽ ശരിയുണ്ടോ? ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്ത് പ്രീമിയർ ലീഗ് നമ്മൾ പ്രീമിയർ ലീഗോ ഇറ്റാലിയൻ ലീഗോ ഫ്രഞ്ച് ലീഗോ MLS സൗദി പ്രോ ലീഗോ ഒന്നും വേണ്ട. ഈ രണ്ടു പേരും നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ടാളുടെയും ഒരു പ്രൈം ഒരു 2008-2009 ശേഷമാണല്ലോ പ്രൈം സ്റ്റാർട്ട് ചെയ്യുന്നത്, ഒരു 2018-20 വരെ. രണ്ടുപേരും 9 വർഷം ലാ ലീഗിൽ കളിച്ചില്ലേ, ഒരു ലീഗിലല്ല കളിച്ച്, സെയിം ഒപ്പണന്റ് അല്ലേ, ഓൾമോസ്റ്റ് 36 ടീംസും സെയിം അല്ലേ, ഏകദേശം ടീം ഒരേ ടീം റയലും ബാശിയും മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുള്ളൂ. ഇനി ഇതിനകത്ത് ഏറ്റവും കൂടുതൽ 9 വർഷത്തില് 9 വർഷം ലീഗ് അടക്കും, ഡൊമസ്റ്റിക് ലീഗ്. എത്ര ലാ ലീഗ് ഉണ്ട് റൊണാൾഡോക്ക്? 2 അല്ലേ ഉള്ളൂ. ബായ്സൊക്കെ എത്ര ഉണ്ട്? ബായ്സിന്റെ നോക്കണ്ട, മെസ്സിക്ക് 6 ഉണ്ടാവൂലേ.
ഒന്ന് അത്ലറ്റോ മാഡ്രിഡ് അങ്ങോട്ട് അടിച്ചിട്ടുണ്ട്. ചാമ്പ്യൻസ് ലീഗ് എടുത്തല്ല, ചാമ്പ്യൻസ് ലീഗ് വേറെ തന്നെയല്ലേ? അതൊക്കെ ചാമ്പ്യൻസ് ലീഗ് ഡിസ്കഷൻ നമ്മൾ വേറെ ഡിസ്കസ് ചെയ്യും. ചാമ്പ്യൻസ് ലീഗിനകത്ത് റൊണാൾഡോ ഒക്കെ അടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. കൂടുതൽ ഗോൾ റൊണാൾഡോന്റെ പേർക്കാണ്, കൂടുതൽ അസിസ്റ്റ് റൊണാൾഡോന്റെ പേർക്കാണ്. ഒരു റൊണാൾഡോ ഫാൻ ചോദിക്കാണ് എന്തുകൊണ്ട് ലാലിക മാത്രം എടുക്കുന്നത്? ഇല്ല, ലാലിഗ അതേ പീരിയഡിലുള്ള ചാമ്പ്യൻസ് ലീഗ് എടുത്തു നോക്കിക്കൂടാ. നമ്മളിപ്പോ ഇവിടെ ചർച്ച ചെയ്യുന്നത് ഏകദേശം ഒരേ ടീമുകൾ ഈസി ആയിരുന്നു എന്നുള്ളതായിരുന്നല്ലോ വാദം. പിന്നെ ചാമ്പ്യൻസ് ലീഗും ടീമുകൾ ഏകദേശം അല്ല, അങ്ങനെ ഒരേപോലെ അല്ലല്ലോ ചാമ്പ്യൻസ് ലീഗ് വരിക. പക്ഷെ അത് വന്നതുകൊണ്ട് പ്രശ്നമുണ്ടെന്നല്ല പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് കമ്പാരിസൺ ഒന്നുകൂടി എളുപ്പമാക്കാൻ ഈ 9 വർഷം ഒരു ലാലിഗയിൽ കളിച്ച റെക്കോർഡുകൾ മാത്രം എടുത്താൽ മതി. എത്ര ടോപ്പ് സ്കോർ അവാർഡ് ഉണ്ട് റൊണാൾഡോക്ക്? എത്രയുണ്ട്? 2 ഉള്ളൂ. ഏതില്? ലാലിഗയിൽ. ആ, അതേ ആ കാലയളവ് കളിക്കുമ്പോൾ ഞാൻ റൊണാൾഡോ ഫാൻ എന്നല്ല കേട്ടോ, ഞാൻ ചോദിക്കണേ അതേ സാധനം എന്നോട് തിരിച്ചു ഒരാൾ ചോദിക്കണേ മെസ്സിക്ക് ചാമ്പ്യൻസ് ലീഗിൽ എത്ര ഉണ്ട് ചോദിച്ചാല്? ചാമ്പ്യൻസ് ലീഗ് 4 ചാമ്പ്യൻസ് ലീഗ്, റൊണാൾഡോക്ക് 5 ചാമ്പ്യൻസ് ലീഗ്. അതില് റൊണാൾഡോക്ക് അടിച്ചിട്ടുണ്ടല്ലോ. എന്ത് സെയിം ഗോളുകളുണ്ട്? അതെ. അപ്പൊ ഈ എന്ത് പാരാമീറ്റേഴ്സ് വെച്ചിട്ട് അളക്കും? അത് ചാമ്പ്യൻസ് ലീഗ് മാത്രം വെച്ചിട്ടല്ല നമ്മൾ അളക്കണത്. അതാ ഞാൻ പറഞ്ഞു വന്നത്. അതായത് നമ്മൾ ഇൻഡിവിജ്വൽ അച്ചീവ്മെന്റ്സ് നോക്കൂലേ? ക്ലബ്ബ് ലെവലിൽ പുള്ളിക്കാരൻ അച്ചീവ് ചെയ്ത അച്ചീവ്മെന്റ്സ് ആണ് ഇപ്പൊ ചാമ്പ്യൻസ് ലീഗ്. നമുക്ക് മാർക്ക് ഇടാം ഓരോന്നിന്. ലാലിഗക്ക് വേറെ മാർക്ക്, ചാമ്പ്യൻസ് ലീഗിന് മാർക്ക്, വേൾഡ് കപ്പിന് മാർക്ക്. മെസ്സിയേക്കാൾ കേമനാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് സംശയമുള്ള ഏത് റൊണാൾഡോ ഫാൻസിനും ഇത് എവിടെ വന്നിരുന്നു എന്നോട് ചർച്ച ചെയ്യാം. നമ്മളെ സ്റ്റുഡിയോക്ക് വെൽക്കം. എന്നിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ് മെസ്സിയേക്കാൾ കേമൻ എന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയ ഇതെവിടെ ഉണ്ടല്ലോ. CR7 ടാറ്റു അടിച്ചു ഞാൻ. പ്രൂവ് ചെയ്യാൻ പറ്റരുത്. ഇത് ചലഞ്ചാണ്. ഇത് ക്രിസ്ത്യാനോ ഫാനിന് മാത്രമല്ല ഏതൊരു ഫുട്ബോൾ ഫാനിനുള്ള ചലഞ്ചാണ്. കേമൻ എന്ന് പ്രൂവ് ചെയ്യണം. അല്ലാതെ അത് റിഗ്ഡ്, ഇത് റോബഡ് അങ്ങനെ പറയും. നിലവിൽ വാട്ട് റൈറ്റ് നൗ എന്തൊക്കെയുണ്ട് രണ്ടുപേർക്കും? വാട്ട് ആർ ദി അച്ചീവ്മെന്റ്സ്? ആ അച്ചീവ്മെന്റ്സ് വെച്ചിട്ട് അത് റോബഡ്, റിഗ്ഡ്, അങ്ങനെ അടിച്ചു ഇങ്ങനെ അടിച്ചു. സാവി ഉണ്ടായിരുന്നു, ഇനിയസ്റ്റ ഉണ്ടായിരുന്നു, നെയ്മർ ഉണ്ടായിരുന്നു, സുവാരസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മോട്രിച്ച് ഉണ്ടായിരുന്നു, ക്രൂസ് ഉണ്ടായിരുന്നു. ആ ആർഗ്യുമെന്റ്സ് ഒന്നുമില്ല. ഫാക്ട്സ്, ഫിഗേഴ്സ് അങ്ങനെ വെച്ച് നിങ്ങൾക്ക് ഇവിടെ ഇരുന്നിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും. നമുക്ക് എത്ര സമയമാണ് നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്ത് വന്നോളി. റെഡി. Anybody can come, anybody can participate. I hope someone will. Because അതിന്റെ കോൺഫിഡൻസ് അല്ല, എന്താ അഹങ്കാരാണെന്ന് കൂട്ടിക്കോളി. കാരണം അത് നമ്മളെ ഒരു വിശ്വാസമാണ്. I want someone to debate. So ഇത് അപ്പൊ ആളുകൾക്ക് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാട്ടോ. ഓക്കെ. താല്പര്യമുള്ള ആളുകൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ. No problem. Do you think you're better looking than David Beckham? ഇവൻ ചോദിക്കുന്ന ഒന്നാമത് ഈ പിയേഴ്സ് മോർഗൻ ഉണ്ടല്ലോ. നിങ്ങൾ റൊണാൾഡോ ഫാൻസ് അത് ഏറ്റെടുക്കണം. വെരി സില്ലി ഈ ക്വസ്റ്റ്യൻ. പിയേഴ്സ് മോർഗൻ ആദ്യം ആട്ടി അടിച്ചണം. എന്നിട്ട് ഈ റൊണാൾഡോനോട് പറയണം, നിങ്ങൾക്ക് ആർക്കെങ്കിലും ആക്സസ് ഉണ്ടെങ്കിൽ പറയണം, ഈ ചെങ്ങായിക്ക് ഇന്റർവ്യൂ കൊടുക്കരുത്. ഓര് പ്രിപ്പയർ ചെയ്തോടുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. നോക്കി ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? ഡേവിഡ് ബെക്കാമാണോ ഈയാണോ ഏറ്റവും മികച്ച സുന്ദരൻ എന്നാ ചോദിക്കണേ ഓപ്പൺ ആയിട്ട്. അത് റൊണാൾഡോനെ പോലെ ഒരു കളിക്കാരനെ ഇന്റർവ്യൂവിൽ കിട്ടി. ക്രിസ്ത്യാനോ റൊണാൾഡോനോടാണ് ചോദിക്കണത്, ഈയാണോ ബെക്കാമാണോ ഏറ്റവും സുന്ദരൻ? എന്ത് ചോദ്യമാണ്? ഫുട്ബോളർ ആയിട്ടുള്ള ഒരു പ്ലെയറോട് ഫുട്ബോളിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ അച്ചീവ്മെന്റ്സിനെ കുറിച്ചും സംസാരിക്കുന്നതിന് പകരം അദ്ദേഹം സംസാരിച്ച ഒരു ചോദ്യമൊക്കെ ഡേവിഡ് ബെക്കാമാണോ ഈയാണോ സുന്ദരൻ? റൊണാൾഡോ ഇങ്ങനെ ടാക്കിൾ ചെയ്യുന്നു. റൊണാൾഡോ എന്തായിരിക്കും പറയാ എന്ന് പറഞ്ഞ രണ്ടുപേരും ഒരേ രീതിയിൽ ഒന്നും ഇല്ലാണ്ട്, അതായത് രണ്ടുപേരും തട്ടിച്ചാണ്ട് പറയുന്നത് എനിക്ക് തോന്നുന്നു. അതെന്താ പറയുന്നത്, ഇത്രയും ഫേമസ് അല്ല ഫുട്ബോളർ, ഇത്ര വലിയ ഫുട്ബോളറാണ്, പക്ഷെ എനിക്ക് ഫേമസ് ആവണ്ടാത്തൊരു ഇത് കിട്ടി കഴിഞ്ഞാൽ സൈൻ ചെയ്യുമെന്ന് ചോദിക്കുന്നത്. ഓഫ് കോഴ്സ്. കാരണം അങ്ങനത്തെ ഒരു ജീവിതം ആഗ്രഹിക്കുന്നുണ്ടാവും പുള്ളി. അതായത് പ്രൈവറ്റ് ആയിട്ട് എല്ലായിടത്തും പോയി പബ്ലിക് ആയിട്ടുള്ള സ്ഥലത്തൊക്കെ പോയിരിക്കുന്നതും ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ അദ്ദേഹം കാണുന്നത്. അപ്പൊ അദ്ദേഹത്തിന് പോസിബിൾ അല്ല, അത്രയും റെസ്ട്രിക്റ്റഡ് ആവുമല്ലോ. അപ്പൊ അങ്ങനെ ഒരു ഓഫർ വന്നു കഴിഞ്ഞാൽ 100% സൈൻ ചെയ്യുന്നതാണ്. ശരിക്കും നമ്മൾ വിചാരിക്കും ഇയാൾക്ക് എല്ലാ സ്ഥലവും ആക്സസിബിൾ ആണ്. ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് എല്ലാ സ്ഥലവും ആക്സസിബിൾ അല്ല. മോസ്റ്റ് ഓഫ് ദ, അതായത് അത്രക്കും പോർച്ചായിട്ടുള്ള സ്ഥലങ്ങൾ മാത്രമേ അവർക്ക് ആക്സസിബിൾ ആയിട്ടുള്ളൂ ശരിക്കും പറഞ്ഞാൽ. അങ്ങനത്തെ സ്ഥലങ്ങൾ അല്ലെങ്കിൽ ആള് കൂടും, പ്രശ്നങ്ങൾ ഉണ്ടാവും. വന്നിപ്പോ വിജയ് വന്നിട്ട് ഉണ്ടായ പ്രശ്നങ്ങള് നമ്മളിപ്പോ നമുക്കൊരു ഒരു മാർക്കറ്റിലൂടെ ഇറങ്ങി നടക്കണം എന്നുള്ളൊരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇറങ്ങിയത്. ആസ് എ ഒരു ഹ്യൂമൻ ബീങ് അയാൾക്ക് അങ്ങനെ ഒരു ക്രൗഡിന്റെ അടി കൂടി ആരും റെക്കഗ്നൈസ് ചെയ്യാണ്ട് നടന്നു പോകാൻ തീർച്ചയായിട്ടും ഉണ്ടാവും. അത് എന്തായാലും അദ്ദേഹത്തിന് ഉണ്ടാവും. അത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്, 100% ഞാൻ ഒപ്പിടുന്നാണ് പറഞ്ഞത്. Fascinating. 100%. I never want to be famous. Never. I want to have successful. I knew it since the beginning. Yeah, successful when I was young, famous I would be let's say a star. But to be so famous, I never. Interview with you could be. And we can do something. Imagine me, you, sir, Mr. Trump. Yes.
in one table. Yes. ഓക്കെ It'll be fun. I think this is a great idea. Different. അതായത് Yes. ലോക സമാധാനത്തിന് around- വേണ്ടി കേൾക്കണം. അതായത് ലോക സമാധാനത്തിന് വേണ്ടി അണ്ണൻ ഇറങ്ങി ഡൊണാൾഡ് ട്രംപിനെയും പി എസ് മോർഗനെയൊക്കെ ഇടയിൽ ഇരുത്തിയിട്ട് ഒരു ചെറിയൊരു വട്ടമേശ സമ്മേളനം എന്നുള്ള രീതിയിൽ നടത്തുമെന്നാണ് അണ്ണൻ പറയണത്. അണ്ണന്റെ ആഗ്രഹമാണ്. അണ്ണന്റെ ആഗ്രഹമാണ്, നല്ല ആഗ്രഹമാണ്. കാരണം ഇപ്പൊ നേരത്തെ സമാധാനം അദ്ദേഹം പറഞ്ഞത് ലോകത്ത് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ലോക സമാധാനത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യും ചെയ്യാന്നുള്ളത്. എന്നാണ് പറയണത്. അപ്പൊ അതിന് ഡൊണാൾഡ് ട്രംപിനെ കൂട്ടുപിടിക്കും എന്നാ പറയണത്. ഡൊണാൾഡ് ട്രംപ് സമാധാനത്തിന്റെ ഒരു ദൂതനാണെന്നും കൂടെ പി എസ് മോർഗൻ ഒക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ഡൊണാൾഡ് ട്രംപ് ആണ് പിന്നെ ഗാസയിൽ വെടിനിർത്തല് നടപ്പിലാക്കിയത്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിലൊക്കെ നമുക്ക് എതിരഭിപ്രായങ്ങളുണ്ട്. പക്ഷെ ഈ റൊണാൾഡോന്റെ പുള്ളിക്കാരൻ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ലോക സമാധാനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നും വേണ്ടി വന്നാൽ ഡൊണാൾഡ് ട്രംപുമായിട്ട് ഒരു ജസ്റ്റ് ഒരു 1-on-1 ചർച്ചയ്ക്ക് വരെ റെഡിയാണെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പോ നമുക്ക് നോക്കാം. ഇതിപ്പോ ഇത്രയും നമ്മൾ റിയാക്ട് ചെയ്തിരുന്ന് ഇപ്പൊ ഫുള്ള് ഓൾമോസ്റ്റ് എല്ലാ ഇന്റർവ്യൂ നമ്മൾ ഓൾമോസ്റ്റ് 1 hour 18 minutes അല്ലെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പൊ അതിനകത്തുനിന്ന് നമുക്ക് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് മാത്രമാണ് നമ്മളിത് റിയാക്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പൊ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ പുള്ളിക്കാരൻ പറഞ്ഞാൽ, ഇപ്പോ ആദ്യമായിട്ട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൗദി പ്രോ ലീഗ് പോർച്ചുഗീസ് ലീഗിനെക്കാളും ബെറ്റർ ആണെന്ന് പറഞ്ഞു. അതൊരിക്കലും ഒരു ഫുട്ബോൾ ഫാനും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു ആർഗ്യുമെന്റ് ആണ്. രണ്ടാമത്തെ കാര്യം, ലാലീഗയില് അന്ന് പുള്ളിക്കാരൻ 2009 മുതൽ 2018 വരെ കളിച്ച സമയത്ത് അന്ന് ലാലീഗയിൽ ഗോൾ അടിക്കുന്നതിനേക്കാൾ ടഫാണ് സൗദി പ്രോ ലീഗിൽ ഗോൾ അടിക്കാൻ എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പുള്ളിക്കാരൻ പറഞ്ഞു. അപ്പൊ അത് പുള്ളിക്കാരന്റെ പ്രായം പുള്ളിക്കാരനെ തളർത്തിക്കൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഇപ്പൊ നേരത്തെ അപ്പൊ ചോദിച്ച പോലെ ISL ഒരു 10 കൊല്ലം കൂടിയും കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരന് ISL ഗോൾ അടിക്കാൻ ഒന്നുകൂടെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ പുള്ളിക്കാരൻ പറയോ സൗദി പ്രോ ലീഗ് ISL സൗദി പ്രോ ലീഗിനെക്കാളും ബെറ്റർ ആണെന്നും അല്ലെങ്കിൽ ISL ലാ ലീഗിനെക്കാളും ബെറ്റർ ആണെന്ന് പുള്ളിക്കാരൻ പറയില്ല. പ്രൈമിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതെ. ഈ ഒരു സമയത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറഞ്ഞ ഒരു 25 വയസ്സുകാരൻ ഇവിടെ വന്ന് കളിച്ചിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ജോ ഫെലിക്സ് സെയിം ആയിട്ട് ഇപ്പോ അൽ നാസറിൽ കളിക്കുന്നുണ്ട്. ജോ ഫെലിക്സ് ബാഴ്സയിൽ ലോണിൽ വന്ന് കളിച്ചിരുന്നു, അത്ലറ്റോ മാഡ്രിഡിൽ കളിച്ചിരുന്നു, ചെൽസിയിൽ കളിച്ചിരുന്നു. എവിടെയും ക്ലിക്കായില്ല. നല്ല ടാലന്റ് ഉള്ള പൊട്ടൻഷ്യലുള്ള പ്ലെയർ ആയിരുന്നു. പക്ഷെ അതിന് മാത്രം ഒരു ഇമ്പാക്ട് ഒന്നും ഒരു ടീമിലും ജോ ഫെലിക്സ് ഉണ്ടാക്കിയതായി ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ആ ജോ ഫെലിക്സ് ആണ് ഇപ്പൊ തോന്നുന്നു എനിക്ക് സൗദി പ്രോ ലീഗിലെ ടോപ്പ് സ്കോറർ ജോ ഫെലിക്സ് ആണോ ഡൗട്ട് ഉണ്ട്. അറ്റ്ലീസ്റ്റ് അൽ നാസറിനെങ്കിലും ടോപ്പ് സ്കോറർ എനിക്ക് തോന്നുന്നു ജോ ഫെലിക്സ് ആണെന്ന്. അപ്പോ അത് ഒന്നുകൂടി ഒന്നുകൂടി ഈസി ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ജോ ഫെലിക്സ് കളിക്കുന്നവന്റെ ടൈമിലാണ്. ഫെലിക്സിനെ സംബന്ധിച്ചിടത്തോളം യങ് ഏജ് ആണ്. അപ്പോ റൊണാൾഡോ പറയുന്ന അത്തരം ആർഗ്യുമെന്റ്സിനോട് മാത്രമാണ് നമുക്ക് എതിർപ്പുള്ളത്. പിന്നെ പി എസ് മോർഗൻ പറഞ്ഞു, അതായത് അർജന്റീനയുടെ പോലും മികച്ച താരമല്ല മെസ്സി എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഇതിനകത്ത് പറഞ്ഞു. അത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, ആ അഭിപ്രായം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഏതൊരു ഫുട്ബോൾ ആരാധകനും, അത് മെസ്സി ഫാൻ ആകാം, റൊണാൾഡോ ഫാൻ ആവാം, ഏത് ആരാധകനും ആകാം, അർജന്റീനയിലെ മികച്ച താരമാണ് മെസ്സി എന്ന് നമ്മൾ തർക്കിക്കേണ്ട ഡിബേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ലോകം കണ്ടതിൽ വെച്ച് ദ ഗ്രേറ്റസ്റ്റ് ഫുട്ബോളർ ഹാസ് എവർ സീൻ, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ലയണൽ മെസ്സി ആണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. ഇനി അങ്ങനെ സംശയമുള്ള ഏതെങ്കിലും ഫുട്ബോൾ ആരാധകരുണ്ടെന്നുണ്ടെങ്കിൽ ഇതാ ഈ അനസിരിക്കണ ഈ ഹോട്ട് സീറ്റ് നിങ്ങൾക്ക് റെഡിയാണ്, ഇവിടെ വന്നിരിക്കുക, എത്ര സമയം വേണമെങ്കിലും ചർച്ച ചെയ്യുക, ഫാക്ട്സും ഫിഗേഴ്സും വെച്ചിട്ട് നമുക്ക് വിലയിരുത്താം, അനലൈസ് ചെയ്യുക. എന്നിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും താരമാണ്, ക്രിസ്ത്യാനോ റൊണാൾഡോ മാത്രം പറയണില്ല, മെസ്സിയേക്കാൾ കേമൻ മറ്റേത് താരങ്ങൾക്ക് പെല്ലിനെ കൊണ്ടുവരാം, മറഡോണിനെ കൊണ്ടുവരാം, ലോകത്തിൽ പന്ത് കിട്ടിയിട്ടുള്ള ആരെ വേണമെങ്കിലും കൊണ്ടുവരാം. ഞാൻ ഇപ്പുറത്ത് മെസ്സിനെ മാത്രം കൊണ്ടുവരും. എന്നിട്ട് അതിനേക്കാളും മികച്ച താരങ്ങൾക്ക് ഇപ്പുറത്ത് വെക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളെ പറയുന്ന താരത്തിന്റെ ടാറ്റു ഇവിടെ അടിക്കും ഞാൻ. അത് റൊണാൾഡോ ഫാൻസ് ആണ് പ്രൂവ് ചെയ്യുന്നുണ്ട്, റൊണാൾഡോന്റെ ടാറ്റു അടിക്കും. ഓക്കെ, അത് കോൺഫിഡൻസ് ആണ്. അപ്പോൾ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്തെന്നുള്ളൂ. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പുള്ളിക്കാരൻ ഇന്റർവ്യൂവിൽ പറഞ്ഞത്. പിന്നെ പുള്ളിക്കാരന്റെ കരിയറിനെ കുറിച്ച്, കരിയറിലെ ഹൈറ്റ്സിനെ കുറിച്ചൊക്കെ അല്ലെ, പിന്നെ 1-2 കാര്യങ്ങളൊക്കെ ഭയങ്കര ഹേർട്ട് ടച്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്, ഫാമിലിനെ കുറിച്ച് പറയുന്നുണ്ട്, മക്കളെ കുറിച്ച് പറയുന്നുണ്ട്. പുള്ളിക്കാരന്റെ ഒരു ചെറിയ കുഞ്ഞ് മരിച്ചിരുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള മാനസിക പ്രശ്നങ്ങളെ, മെന്റാലിറ്റിയും കോൺഫിഡൻസും ബോഡി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ, അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്. കാര്യമായിട്ട് ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിസ്കഷൻസ് തന്നെ വരുന്നത് ആഫ്റ്റർ 50 മിനിറ്റ്സ് ആണ്. 50 മിനിറ്റിന് ശേഷമാണ് കാര്യമായിട്ട്. അപ്പൊ
ഫസ്റ്റ് നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ അത്ഭുതപ്പെട്ടു, ഇത്രമാത്രം ഇത് കോൺട്രവേഴ്ഷ്യൽ ആക്കേണ്ട കാര്യം എന്താന്നുള്ളത്. പക്ഷെ അതിനുശേഷം പുള്ളിക്കാരൻ പറഞ്ഞ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് അത് നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളാണ്. അപ്പോ ഇതൊക്കെയാണ് ഇന്ന് അണ്ണന്റെ ഇന്റർവ്യൂവില് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. അപ്പോ ഇതിൽ കൂടുതലായിട്ട് ഇതിനകത്ത് കാര്യമായിട്ട് റിയാക്ട് ചെയ്യാനുള്ളതായിട്ടൊന്നും തോന്നുന്നില്ല. റിയാക്ട് ചെയ്യേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സും സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റുമെങ്കിൽ ആ ബെല്ലൈക്കണും കൂടി അമർത്തി കഴിഞ്ഞാൽ ഇതുപോലെ ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്സ് നിങ്ങൾക്ക് ഫുട്ബോൾ മാത്രമല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട പൊളിറ്റിക്സും സിനിമയും ഉൾപ്പെടുന്നതാണ്, എല്ലാം വരും. അതായത് നമ്മൾ മൊത്തത്തിൽ ഒരു A to Z കവർ ചെയ്യുന്ന രീതിയിലുള്ള നമ്മുടേതായിട്ടുള്ള ഒപ്പീനിയൻ, അതായത് നമ്മുടെ ഒപ്പീനിയൻസ് എന്താണോ എന്നുള്ളത് അത് പൊതുജനങ്ങളോട് പറയാന്നുള്ളതാണ്. അപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സന്ധിക്കും വരേക്കും വണക്കം.